ഗുഡ് ആഫ്റ്റർനൂൺ. ബഹുമാനപ്പെട്ട ചെറായി രാംദാസ് സാറ്, ഡോക്ടർ ശ്രീജിത്തി, ബഹുമാനപ്പെട്ട ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ സംവാദ വിഷയം ദാക്ഷായണി വേലായുധനെ കുറിച്ചാണ്. ദാക്ഷായണി വേലായുധൻ എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ നിന്ന് നിഷ്കാസിതയായത് എന്ന തരത്തിലൊരു ആലോചനയാണ്. അത് കുറച്ചും കൂടെ അന്വർത്ഥമാക്കുന്നതാണ് നമ്മുടെ സദസ്സ് എന്നും കൂടി തോന്നുന്നു. സദസ്സിൽ ആരുമില്ല, അത് ഒരു സ്ത്രീപക്ഷത്തു നിന്നുള്ളൊരു ആലോചന ഒക്കെ ആകുമ്പോഴേ ദാക്ഷായണി വേലായുധനെ കുറിച്ച് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വായിക്കും പഠിക്കും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറിയില്ല. നമുക്കത് രാംദാസ് സാറിനോട് തന്നെ ചോദിക്കാം. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അല്ലെ വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് 2 or 3 തലമുറ മാത്രമേ ആയുസ്സുണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളൊരു നിരീക്ഷണം സ്വീഡിഷ് എഴുത്തുകാരിയായ സാറ സ്ട്രെസ്ബർഗ് നടത്തുന്നുണ്ട്. പക്ഷെ അതൊരു സ്ത്രീയെ കുറിച്ചാണ്. നമ്മൾ അതാണ് ആലോചിക്കേണ്ടത്. ഒരു സ്ത്രീയെ കുറിച്ചാണെങ്കിൽ അത് അതിലും ചുരുങ്ങും. ഒരു സമൂഹത്തിന് സ്ത്രീയെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ അതിനും ചുരുങ്ങും. അതൊരു ദളിത് സ്ത്രീ ആണെങ്കിലുള്ള അവസ്ഥ അതാണ് ഇവിടെ ദാക്ഷായണി വേലായുധന് സംഭവിച്ചത്. ദളിത് സ്ത്രീ ആണെങ്കിലും പിന്നെ അവർ ചരിത്രത്തിൽ നിന്ന് പാടെ വിസ്മരിക്കപ്പെടും. അപ്പൊ അത്തരത്തിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന, നിങ്ങൾ ആലോചിക്കേണ്ട, 1946 മുതൽ 52 വരെ നമ്മുടെ പ്രൊവിഷ്യണൽ അസംബ്ലിയിൽ കൂടി അംഗമായിരുന്ന ഒരുപാട് ഒന്നുകൾ അവരെ പ്രഥമ സ്ഥാനിയായിട്ട് അവരെ മകൾ മീരാ വേലായുധൻ അത്തരത്തിലൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ചരിത്രത്തിൽ എന്തുകൊണ്ടാണ് അവര് പൂർണ്ണമായിട്ടും വിസ്മരിക്കപ്പെട്ടു? ഈ അടുത്ത കാലത്തായിട്ടാണ് രാംദാസ് സാറിൻ്റെയൊക്കെ പുസ്തകം കാലശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ. ആ പേര് തന്നെ എനിക്ക് ആ പുസ്തകം വായിച്ചപ്പോൾ ഭയങ്കര എന്തൊരു ഗാംഭീര്യമുള്ളൊരു പേരാണത്. കാലശാസനകൾക്ക് അതാണ് ശരിക്കും. അതായത് ഇത്രയും നമ്മൾ ചരിത്രം മുഴുവൻ അവരെ തിരസ്കരിച്ചിട്ട് പോലും ഇപ്പോഴും അവർ ചരിത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അങ്ങനെയുള്ള വ്യക്തികളെ, അങ്ങനെയുള്ള ശക്തരായ സ്ത്രീകളെ, ശക്തരായ നിലപാടുള്ള സ്ത്രീകളെ ഒരിക്കലും പൂർണ്ണമായിട്ട് നമുക്ക് അവഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ദാക്ഷായണി വേലായുധനെ കുറിച്ച് നടത്തുന്ന പഠനങ്ങൾ തെളിയിക്കുന്നത്. ഞാൻ അവരെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറഞ്ഞ് രാംദാസ് മാഷോട് ചോദിക്കാം. 1912 കൊച്ചിയിലെ മുളവുകാട് എന്നുള്ള സ്ഥലത്താണ് അവർ ജനിക്കുന്നത്. അത് നമ്മൾ ഇന്നത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ദളിത് കുടുംബത്തിൽ. അപ്പൊ ആ ദളിത് കുടുംബത്തിൽ അന്ന് പറഞ്ഞ പാടത്തും വരമ്പത്തും എവിടെയും പ്രവേശനമില്ലാതെ ഒരു പൊതുയിടങ്ങൾ പോലും ഇല്ലാത്തൊരു ജനത, ആ ഒരു കുടുംബത്തിൽ ജനിച്ച ദാക്ഷായണി വേലായുധൻ അവിടെ നിന്ന് പഠിച്ച് അവർ മഹാരാജാസ് കോളേജിൽ 1931 ഇന്റർമീഡിയറ്റിൽ ചേർന്നൊരു കഥ പറയുന്നുണ്ട്. അവർ കോളേജിൽ ചേർന്നു എന്ന് കേട്ടോ പത്രപ്രവർത്തകരൊക്കെ ചെല്ലുവാണ് വളരെ താല്പര്യപൂർവ്വം. കാരണം ഒരു ദളിത് യുവതി പഠിക്കാൻ വന്നു, വലിയ വാർത്തയാണ് 1931. പക്ഷെ അവര് ഗേറ്റ് കടന്നു പോയത് പത്രപ്രവർത്തകർ കണ്ടില്ല, അവരവിടെ വെയിറ്റ് ചെയ്യാണ്. കാരണം നമ്മൾ ദളിത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പൊതുബോധം പ്രവർത്തിക്കും. എങ്ങനെയാണ് ഒരു ദളിത് പെൺകുട്ടി എങ്ങനെയായിരിക്കുന്നുള്ളൊരു കാഴ്ചയിലൂടെയാണ് ഇവർ ദാക്ഷായണി വേലായുധൻ എന്നുള്ള പെൺകുട്ടിയെ കാത്തിരുന്നത്. പക്ഷെ അവരെ പ്രതീക്ഷ ദാക്ഷായണി വേലായുധനെ കണ്ടില്ല. ഇവര് കോളേജിൽ പോയി ക്ലാസ്സിലിരുന്നു. അപ്പൊ അവരതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവർ ലാബില് അവരുടെ ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു അധ്യാപിക അവരോട് പെരുമാറിയിരുന്നത്. ലാബിൽ അവർക്ക് ഒരു സാധനം തൊടാൻ കൊടുക്കൂല. ലാബിൽ വസ്തുക്കൾ തൊടാണ്ട് എങ്ങനെയാണ് പരീക്ഷണം നടത്തുക? അപ്പൊ അത്രമാത്രം സവർണതയുടെ ഏറ്റവും വലിയ അപമാനമൊക്കെ കോളേജ് കാലത്ത് അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നിട്ടും അവര് മികച്ച വിജയം അവിടുന്ന് നേടി. പിന്നെ മദ്രാസ് പോയിട്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് പാസ്സായി ഇവര് തൃശ്ശൂര് വരുവാണ്. തൃശ്ശൂരേക്ക് അവർ സ്കൂളിൽ ജോയിൻ ചെയ്യാണ് പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചറായിട്ട്. അതിന്റെ കഥയും പറയുന്നുണ്ട്. അവർക്ക് കിട്ടിയ സ്കൂളിൽ അവരുടെ അടുത്തവർ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അവർക്ക് ആ കിണറ്റിൽ വെള്ളം കോരാൻ പാടില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് ദാക്ഷായണി വേലായുധന് വെള്ളം ആരെങ്കിലും കോരി കൊടുക്കണം. ആ ഒരു അവസ്ഥയിലൂടെ നീന്തി കടന്നിട്ടുള്ള ഒരാള് ഇന്ത്യയുടെ അഭിമാനമായ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ 389 അംഗങ്ങളിൽ 15 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. ആ 15 പേര് നമ്മൾ ഒന്നും കൂടി നോക്കണം. അമ്മു സ്വാമിനാഥൻ, അവരൊക്കെ നമുക്ക് അറിയാം. ആനി മസ്ക്രീൻ, പിന്നീട് കൊച്ചി നിയമസഭയിലെ തിരുകൊച്ചിയിലെ ആരോഗ്യമന്ത്രിയായിരുന്നു. അങ്ങനെയുള്ള സരോജിനി നായിഡു, അവരൊക്കെയാണ് ഈ 15 അംഗങ്ങളിൽ പെടും. സുജേത കൃപലാനി, അതിലൊരാളായിട്ടാണ് നമ്മുടെ ദാക്ഷായണി വേലായുധൻ വരുന്നത്. അപ്പൊ അങ്ങനെ അതിലേറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു
ദളിത ആകെയുള്ള ദളിത അംഗമാണ്. കൂടാതെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിട്ടാണ് ദാക്ഷായണി വേലായുധൻ അവിടെ നമ്മുടെ കോൺസ്റ്റന്റ് അസംബ്ലിയിൽ 1946 എത്തുന്നത്. അതിനു മുമ്പേയുള്ള ഒരു കഥയുണ്ട്. അതിന് 45 തന്നെ അവർ കൊച്ചി നിയമസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ പോയപ്പോൾ അവർ പിന്നെ തീപ്പൊരി പ്രാസംഗികയാണ്. രാമദാസ് മാഷ് അത് എഴുതിയിട്ടുണ്ട് വിശദമായിട്ട്. അപ്പൊ ഈ കൊച്ചി നിയമസഭയിലൊക്കെ അവരുടെ പ്രസംഗങ്ങൾ അതൊക്കെ സാറ് കളക്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രസംഗങ്ങളൊക്കെ പ്രധാനമായിട്ടും അയിത്തത്തിനെതിരായിട്ടുള്ള നമ്മൾ നല്ല ആലോചിക്കേണ്ട ഒരു കാലം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഭീകരമായ ജാതിയുടെ എല്ലാ ഉച്ചനീചത്വങ്ങളും നിലനിൽക്കുന്ന ഒരു കാലത്താണ് ഇവർ അതിനെതിരെ ശക്തമായിട്ട് പോരാടുന്നത്. എന്നിട്ട് ഈ കൊച്ചി നിയമസഭയിൽ അവർ അയിത്തത്തിനെതിരെ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പിന്നീട് ഇതില് എനിക്ക് രാമദാസ് സാറിനോട് ചോദിക്കാനുള്ളത്, ഇവർ 46 മുതൽ 48 വരെ അവർ കോൺസ്റ്റന്റ് അസംബ്ലിയിലെ അംഗമായിരുന്നു. പിന്നീട് അവിടെ നിന്നുള്ള താൽക്കാലിക അസംബ്ലിയിൽ 52 വരെ അവർ അംഗമായിരുന്നു. പിന്നീട് നമ്മൾ ദാക്ഷായണി വേലായുധനെ എവിടെയും കാണുന്നില്ല. അതിന് ഇതിലും അംഗങ്ങളായിരുന്ന എല്ലാവരും, അനിമസ്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നീട് ആരോഗ്യവകുപ്പ് മന്ത്രിയായി, അങ്ങനെ എല്ലാവരും, സുജേത കൃപലാനി, എല്ലാവരും വിവിധ രാഷ്ട്രീയത്തിന്റെ വിവിധ ഉന്നത സ്ഥാനങ്ങളിൽ അവരൊക്കെ എത്തിച്ചേരുകയുണ്ടായി. പക്ഷെ ദാക്ഷായണി വേലായുധനെ നമ്മൾ എവിടെയും കേൾക്കുന്നില്ല. പിന്നെ അവരെ കേൾക്കുന്നത് 1971 അടൂര് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ, ഇടക്കാല തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നുണ്ട്. ഇന്ദിരാ കോൺഗ്രസിന്റെ എതിരാളിയായിട്ട്, സംഘടനാ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് അവർ മത്സരിച്ചിട്ട് അവർക്ക് ആകെ 3553 വോട്ടോ മറ്റോ കിട്ടി അവർ പരാജയപ്പെട്ടു. പിന്നീട് ദാക്ഷായണി വേലായുധൻ എന്നുള്ള സ്ത്രീയെ നമ്മൾ കേൾക്കുന്നേ ഇല്ല. എന്തുകൊണ്ടാണ്? നേരത്തെ സാറാ സ്ട്രസ്ബർഗ് പറഞ്ഞ പോലെ ഇവരെന്തുകൊണ്ടാണ് ഇത്രയും, മറ്റ് ഏതെങ്കിലും ഒരു പുരുഷനായിരുന്നെങ്കിൽ, ദളിത് പുരുഷനായിരുന്നെങ്കിൽ പോലും അവരെവിടെയെങ്കിലും ചരിത്രത്തിൽ ഇടം പിടിച്ചേനെ. ദാക്ഷായണി വേലായുധൻ എന്ന ദളിത് സ്ത്രീ എന്തുകൊണ്ടാണ്? അത് എനിക്ക് ചെറായി രാമദാസ് മാഷ്ക്കാണ് അത് കൂടുതലായിട്ട് പറയാൻ കഴിയുക. കാരണം ആ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള ആളാണ് ചെറായി രാമദാസ്. ഞാൻ അദ്ദേഹത്തിന് മൈക്ക് കൈമാറുകയാണ്. ആദ്യമായി കൊച്ചിയിൽ നിന്ന് ഒരു ചെറിയ എഴുത്തുകാരനെ ഇവിടെ ക്ഷണിച്ച് അവസരം തന്ന സംഘാടകർക്ക് നന്ദി പറയുന്നു. ഒരു 3 പതിറ്റാണ്ട് മുൻപ് കോഴിക്കോട് നഗരത്തിൽ ഒരു പത്രപ്രവർത്തകനായി കഴിഞ്ഞിരുന്ന കാലത്ത് ഞാൻ പ്രത്യേകിച്ച് പേര് കേട്ടിട്ടില്ലാത്ത തരം ഒരു സാധാരണ കോളേജാണ്. പക്ഷെ ഇപ്പോൾ വലിയ ഉയരങ്ങൾ താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു, വലിയ സംഘാടക ശേഷി പ്രകടിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ സന്തോഷം കൂടി പങ്കുവെക്കട്ടെ. ടീച്ചർ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം കണ്ട ഒരു അന്വേഷകനാണ് ദാക്ഷായണി വേലായുധൻ്റെ ജീവിതകാലത്തെക്കുറിച്ച്. ചെറിയൊരു ഭാഗം. 7 കൊല്ലത്തോളം നീളുന്ന നിയമനിർമ്മാണ വേദികളിലെ അംഗത്വം ആണ് ഈ മഹതിയെക്കുറിച്ച് പറയുമ്പോൾ മുന്നിലേക്ക് വരുന്നത്. ഇതിൻ്റെ നമ്മുടെ ചർച്ചയുടെ തലക്കെട്ടിൽ ഉള്ള ഒരു വിയോജനം ശരിക്ക് ഇവർ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ആളല്ല. ഈ പുസ്തകത്തിലാണ് ദാക്ഷായണി വേലായുധൻ്റെ അത്യാവശ്യം നമ്മുടെ കയ്യിലെത്തിയ വിവരങ്ങൾ ശേഖരിച്ച് പ്രസിദ്ധീകരിച്ചത്. ഇത് വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. ഇതിനു മുൻപ് ഒരു 19 കൊല്ലം മുൻപ് ആദ്യമായി ദേശാഭിമാനി വാരാന്ത പതിപ്പിലൂടെയാണ് പുതിയ കാലത്തിന് മുന്നിൽ ഈ മഹതിയെ അവതരിപ്പിക്കുന്നത്. 19 കൊല്ലം മുൻപാണ്. എൻ്റെ നാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ, ഒരു ദ്വീപിലാണ് ഈ മഹതി ജനിച്ചത്. പക്ഷേ ഒരു നീണ്ട പകൽ മുഴുവൻ അന്വേഷിച്ചിട്ടാണ് ഈ ആളെ പരിചയമുണ്ട് എന്ന് പറയുന്ന ഒരാളെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ ചെല്ലുന്നത് ഇവർ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞ് ഒരു 1/4 നൂറ്റാണ്ട് കൂടി കഴിഞ്ഞിട്ടാണ്. അതിനു മുൻപ് ആ 1/4 നൂറ്റാണ്ടിനപ്പുറത്ത് ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയായി കേരളത്തിലുണ്ട്. എന്നിട്ടും അവരുടെ സ്വന്തം നാടിന് പോലും ആ മഹതി അന്യായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ടീച്ചർ അതിന് ഒരു താത്വികമായ ഒരു കാര്യം സൂചിപ്പിച്ചിവിടെ. 2 or 3 തലമുറയ്ക്ക് അപ്പുറത്തേക്ക് ഒരാൾ ഓർമ്മിക്കപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളൊരു സാമാന്യ ഒരു ധാരണ ടീച്ചർ സൂചിപ്പിച്ചു. ആയിരിക്കാം. പക്ഷെ കുറേ കാര്യങ്ങൾ ഇവരെക്കുറിച്ച് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ, അതിൻ്റെ അടിത്തയിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നത്, ടീച്ചർ ഈ പറഞ്ഞ ഘടകം ഉണ്ടാവും. ചരിത്ര ധാരണകളുടെ പൊതുരീതിയായിരിക്കാം. പക്ഷെ ഇവരുടെ കാര്യത്തിൽ സവിശേഷമായ മറ്റൊന്നുകൂടി കാണാനുണ്ട്. ദളിതാണ് എന്നത് ഒരു പ്രധാന ഘടകം ആക്കണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്.
കാരണം സ്വന്തം സഹപ്രവർത്തകനായിരുന്നത് മറ്റൊരു ദളിതാണ്, ജഗജീവൻ റാം. അദ്ദേഹം അവസാന കാലം വരെ ലൈം ലൈറ്റിൽ നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ ദളിതായതുകൊണ്ട് അവഗണിച്ചു എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അതൊരു ചെറിയ ഘടകമായിരിക്കാം. പക്ഷെ ഇവരുടെ ഇടപെടലുകളുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് മറ്റൊന്നാണ്. ഇവർ ഈ കാലത്ത് ഏറ്റവും മുന്നിലേക്ക് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഈ കാലം എന്നത് എല്ലാവർക്കും അറിയാം. ഇന്ത്യയെ ആകമാനം വിഴുങ്ങാൻ വന്നു നിൽക്കുന്ന ഒരു ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ ഒരു ആക്രമണ കാലമാണ്. ഈ കാലത്ത് ദാക്ഷായണി വേലായുധൻ എന്തുകൊണ്ട് പ്രസക്തിയാകുന്നു എന്നതിന് ഒരു ഉത്തരം സൂചനയായി പറയാം. 50കൾ എത്തുന്നതിനേക്കാൾ മുന്നേ ഭരണഘടനാ നിർമ്മാണ സഭയിലും അതിൻ്റെ ലെജിസ്ലേറ്റീവ് വിങ്ങിലും പിന്നീട് അതിൻ്റെ പ്രൊവിഷ്യൽ പാർലമെൻറ്റിലും അടക്കം 7 നിയമനിർമ്മാണ വേദികളിലാണ് ഈ മഹതി പ്രവർത്തിച്ചത്. അക്കാലത്ത് RSS എന്ന ഇന്ന് നമ്മൾ വളരെ നെഗറ്റീവായി കാണുന്ന ആ സംഘടനയെക്കുറിച്ച് ഒരു ഫാസിസ്റ്റാണ് ആ സംഘടനയെന്നും ഇന്ത്യൻ ബ്രാഹ്മണ്യം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ ഫാസിസ്റ്റാണെന്നും പറയുന്ന ഒരേ ഒരാളെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അക്കാലത്ത് ഡോക്ടർ അംബേദ്കർ അടക്കമുള്ള ആളുകൾ പ്രവർത്തിച്ച അതേ കാലത്ത് തന്നെ ഫാസിസ്റ്റ് എന്ന വാക്കുപയോഗിച്ച് ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ മേലാളരെ വിശേഷിപ്പിച്ച ഒരേ ഒരാളെ എനിക്ക് പരിചയമുള്ളൂ. അത് ദാക്ഷായണി വേലായുധനാണ്. ഈ വിശേഷം തന്നെ ഇവർക്ക് കുരുക്കായി മുറുകി. എന്തുകൊണ്ട് ഇവർ മറവിയിലേക്ക് പോയി എന്നതിൻ്റെ ഉത്തരവും ഇവിടുന്ന് തുടങ്ങുന്നു. ഈ വിശേഷം മാത്രമല്ല, ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയുടെ മർമ്മം തൊട്ടറിയുകയും വിളിച്ചു പറയുകയും ചെയ്ത ആ കാലത്തെ ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ്, രാഷ്ട്രീയ നേത്രിയാണ്. അത് തന്നെയാണ് അവർക്ക് കുരുക്കായി മാറിയത്. നിങ്ങൾക്കറിയാം, കൊച്ചി നിയമസഭ അംഗമായിരുന്ന ദാക്ഷായണി വേലായുധനെ 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മദ്രാസ് നിയമസഭയിൽ നിന്ന് കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നത്. ഈ ശ്രമത്തിന് എത്രമാത്രം എതിർപ്പ് നേരിടേണ്ടി വന്നു എന്നത് ഈ പുസ്തകം വിശദമാക്കുന്നുണ്ട്. അതുവരെ അവർ കൈമയും മറന്ന് അനുകൂലിച്ചിരുന്ന അംബേദ്കറൈറ്റ് പക്ഷം പോലും അവരെ എതിർക്കുന്നു. കോൺഗ്രസ് പക്ഷം പോലും അവരെ എതിർക്കുന്നു. കാരണം തൊട്ടു മുന്നാണ് അവർ ഒരു കോൺഗ്രസിൻ്റെ അവിടുത്തെ പിന്നീട് മുഖ്യമന്ത്രിയായ ആളെ, ഒരു ബ്രാഹ്മണനെ, അദ്ദേഹത്തിൻ്റെ ജാതി പറഞ്ഞിട്ടാണ് നേരിടുന്നത്. ഇന്നും അന്നും ജാതി പറഞ്ഞ്, പ്രത്യേകിച്ച് സവർണ വിഭാഗത്തിലെ ജാതി പറഞ്ഞ ഒരാളെ വിമർശിക്കുക എന്നത് അയാളെ കൊല്ലുന്നതിന് തുല്യമാണ്. അതിനോടുള്ള പക ഒരു കാലത്തും അയാളിൽ നിന്ന് പോകാനും വഴിയില്ല. ഇതാണ് ഈ മഹതിക്ക് കുരുക്കായി മാറിയതിൻ്റെ ആദ്യഘട്ടം. പിന്നെ എന്തുകൊണ്ട് ഇവരെ കോൺഗ്രസ് പാർട്ടി ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കൊച്ചിയിലെ പോലുള്ള ഒരു നോമിനേഷൻ അല്ല. അത് കടുത്ത എതിർപ്പാണ്, ശക്തമായ എതിർപ്പാണ്. അംബേദ്കറൈറ്റ് പക്ഷത്തുള്ള ഒരു സ്ഥാനാർത്ഥി വേറെ, കോൺഗ്രസ് പക്ഷത്തുള്ള ആളുകൾ വേറെ, വിപുലമായ എതിർപ്പ് നേരിട്ടിട്ടും ഇവരെ കോൺഗ്രസ് പാർട്ടി ജയിപ്പിക്കുന്നു. ഇതിനുള്ളിൽ ഒരു അഴിയാക്കുരുക്കുണ്ട്. ഇത്രമാത്രം കോൺഗ്രസ് പാർട്ടിയുടെയും അംബേദ്കറൈറ്റുകളുടെയും എതിർപ്പ് വന്നിട്ടും എന്തുകൊണ്ട് ദാക്ഷായണി വേലായുധനെ നോമിനേറ്റ് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായി? അത് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ പിന്നീടുള്ള ഭരണഘടനാ നിർമ്മാണ സഭയിലെ നടപടികളിലേക്ക്, പ്രൊസീഡിങ്സിലേക്ക് കടന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞ പോലെ പിന്നീടുള്ള അവരുടെ ഈ സഭയിൽ നിന്നുള്ള വിരമിക്കലിന് ശേഷം എന്തുണ്ടായി എന്നതും ഇവിടെ നിന്നിട്ട് വായിച്ചു തുടങ്ങാം. ഇവർ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കടന്ന, എനിക്ക് തോന്നുന്നു ആദ്യഘട്ടം മുതലെങ്കിലും ഇവരെ നിർബന്ധിക്കപ്പെട്ടതാണ് ഇവരെ നോമിനേറ്റ് ചെയ്യാൻ. നിർബന്ധിക്കപ്പെട്ടാണ്. ഇവരോട് ഇഷ്ടം കൊണ്ടാണെന്ന് പറയാൻ നമ്മുടെ മുന്നിലുള്ള രേഖകളൊന്നും സമ്മതിക്കുന്നില്ല. ഇവരെ നോമിനേറ്റ് ചെയ്തില്ല എങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ എതിർവിഭാഗത്തിലെ ശക്തനായ അംബേദ്കർക്ക് ഗുണകരമാകും എന്ന
വിലയിരുത്തൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായി എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഈ സഹചര്യ തെളിവുകൾ വെച്ച്. അതെല്ലാം ഇവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ ഇവർക്ക് അംബേദ്കറൈറ്റുകൾക്ക് ഉപകാരപ്പെടുമോ, ഇവർ സ്വന്തം നിലക്ക് കോൺഗ്രസിനെ എതിർക്കുമോ, ഈ ആശങ്കയുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവരെ നോമിനേറ്റ് ചെയ്തത് എന്ന് വിലയിരുത്താൻ, ഊഹിക്കാനല്ല വിലയിരുത്താൻ വേണ്ട തെളിവുകൾ നമുക്ക് മുന്നിൽ ഇപ്പോഴുണ്ട്. അതായത് ഇവരെ ഒരു വെട്ടാൻ കൊണ്ട് ചെന്ന് നിർത്തിയിരിക്കുന്ന ഒരു മൃഗത്തിൻ്റെ അവസ്ഥയാണ് ശരിക്കും ദാക്ഷായണി വേലായുധൻ അനുഭവിക്കുന്നത്. 9 അല്ലെങ്കിൽ 10 മേൽ വരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഉപസമിതികളിൽ ഒന്നിൽ പോലും ദാക്ഷായണി വേലായുധൻ അംഗമാക്കുന്നില്ല. 3 സമിതികളിൽ വരെ അംഗമാക്കിയ വനിതാ അംഗങ്ങളുണ്ട്. 17 വനിതകളാണ് ഈ സഭയിലുള്ളത്. 2 പേര് പാകിസ്ഥാൻ വിഭജിച്ച് പോയപ്പോൾ പാകിസ്ഥാനിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായി. ബാക്കിയുടെ 15 പേരാണ്. അത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാര്യമാണ്. തുടക്കത്തിലുള്ള ഈ 17 പേരിൽ ഇവരെ പോലെ അനാഥത്വം, അവഗണന മറ്റാർക്കും നേരിടേണ്ടി വന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ നിർബന്ധിക്കപ്പെട്ട അവസ്ഥയുടെ പിന്നീടുള്ള ഘട്ടങ്ങളാണ്. ഒരു സമിതിയിലും അവരെ അംഗമാക്കുന്നില്ല. പോട്ടെ, അത് മാറ്റിവെക്കാം. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഈ 15 പേരിൽ, ഇന്ത്യക്കാരായ മൊത്തം ഈ 15 പേരിൽ ഇവരൊഴിച്ചുള്ള എല്ലാ വനിതാ അംഗങ്ങൾക്കും വേണ്ടതിലേറെ പരിഗണനയാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരി പെങ്ങൾക്ക് അവർ ഒരു ഇൻ്റർനാഷണൽ താരം വരെ ആയിക്കഴിഞ്ഞു. ഈ വിജയലക്ഷ്മി പണ്ഡിറ്റ് എല്ലാ അംഗങ്ങൾക്കും വേണ്ടതിലേറെ പദവിയും ആനുകൂല്യവും ഒക്കെ കൊടുക്കുമ്പോഴും ഈ സ്ത്രീയെ അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോലും, അതോ സ്വന്തം നിലയ്ക്ക് കൊച്ചിയിൽ നിന്ന് തുടങ്ങി കഴിവ് തെളിയിച്ച ആ ഒരു ജനനേത്രിയെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും നിർത്താൻ അവർ തയ്യാറായില്ല. ഒരു യൂണിവേഴ്സിറ്റിയുടെ VC സ്ഥാനമോ ഒരു പദവിയോ ഒരു അവാർഡോ ഒന്നും 1978 മരിക്കുന്നത് വരെ അവർക്ക് കൊടുത്തില്ല. ഇവിടെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നിഗമനത്തിന്, എൻ്റെ മാത്രമല്ല മറ്റു ഗവേഷകരും ഈ നിഗമനത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇവരെ കൂട്ടിലടച്ചു നിർത്തുകയും അവരുടെ ശല്യം ഒഴിവാക്കുകയും ഇങ്ങനെ ചില അടിസ്ഥാന അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റി കോൺഗ്രസ് പാർട്ടി എന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത്ര ഇന്ത്യയുടെ മൊത്തം ഭൂഭാഗങ്ങളിൽ നിന്ന് വന്ന ഒരേ ഒരു ദളിത് നായികയെ ഒതുക്കുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ 52 തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഭർത്താവായ ശ്രീ R വേലായുധനെ LDF, അന്നത്തെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്നും ജയിപ്പിക്കുന്നുണ്ട്. അതേ സമയത്ത് ഇവർ കോൺഗ്രസിൻ്റെ ഏറ്റവും അടുത്ത നേതാക്കളുടെ വളരെ പെറ്റായിട്ടുള്ള ആളായിട്ട് പോലും അവരൊന്നിലേക്കും അടുപ്പിക്കുന്നില്ല. പക്ഷെ അവർ കോൺഗ്രസ്സുകാരിയാണെന്ന് അവസാനം വരെ കരുതിയിരുന്നു, ചുരുങ്ങിയത് 71 വരെയെങ്കിലും എന്ന് ഞാൻ കരുതുന്നു. അതായത് ഒരു ഗാന്ധിജിയുടെ പ്രിയ ശിഷ്യ എന്ന ആ പരാധീനത, പരിഗണനയല്ല, ആ പരാധീനതയും മറ്റ് സാങ്കേതികമായ അല്ലെങ്കിൽ സാഹചര്യപരമായ സമ്മർദ്ദങ്ങളും എല്ലാം ചേർന്ന് മറ്റൊന്നിലേക്കും തിരിയാനാവാത്ത വിധം ഈ ജനനേത്രിയെ ഒതുക്കുകയായിരുന്നു ഭരണകൂടം എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഇതിലേക്ക് ഇവരെ കടത്തി വിട്ടിരുന്നെങ്കിൽ ആ ജീവിതം രാഷ്ട്രീയേതരമായൊരു ജീവിതമായി മാറില്ലായിരുന്നു. 33-ാമത്തെ വയസ്സിൽ കൊച്ചി നിയമസഭയിൽ അംഗമാകുന്ന ആൾക്ക് 10 കൊല്ലം, ഞാൻ ഇതിനിടക്ക് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഒരു ചലച്ചിത്രകാരനായിരുന്നു ഞാനെങ്കിൽ അതിവിപുലമായ ഒരു ഏരിയ നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. അത്രമാത്രം നാടകീയമായ സംഭവങ്ങൾ, സന്ദർഭങ്ങൾ നിറഞ്ഞതാണ് ദാക്ഷായണി വേലായുധൻ്റെ ജീവിതവും സംഘർഷങ്ങളും. നോക്കുക, കൊച്ചി നിയമസഭയിൽ ഇവർ അംഗമാകുമ്പോൾ അതിൻ്റെ 1/2 കിലോമീറ്റർ തെക്കുവശത്താണ് എറണാകുളം മഹാരാജാസ് കോളേജ്. ഈ മഹാരാജാസ് കോളേജിൽ 21-ാമത്തെ വയസ്സിൽ തന്നെ കോളേജിനകത്ത് അയിത്തം അനുഭവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണത്.
10 കൊല്ലം കഴിഞ്ഞപ്പോൾ, ഡിഗ്രി കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ നിയമസഭയിൽ അംഗമാകുന്നു. അതായത് ഇവർക്ക് കിട്ടിയ അപമാനത്തിന് പിന്നീടുള്ള ഒരു മധുരതരമായ പ്രതികാരം നിയമസഭാ അംഗമെന്ന നിലയ്ക്കാണ്. കെമിസ്ട്രി ലാബിൽ പരീക്ഷണങ്ങൾ അടുത്തു നിന്ന് കാണാൻ അനുവദിക്കാതിരുന്ന ആ കലാലയത്തിൻ്റെ 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു നിയമസഭാ അംഗമെന്ന നിലയിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ദളിത് വനിത നിയമനിർമ്മാണ സഭയിൽ അംഗമാകുന്നു. അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ചാരുത ആലോചിച്ചാൽ ത്രില്ലിംഗ് ആണ്. ഒരു ചലച്ചിത്രകാരന് അതെങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാൻ കഴിയും. അത്തരത്തിൽ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ദാക്ഷായണി വേലായുധൻ്റെ ഇളയച്ചനായിരുന്ന കൃഷ്ണേരി ആശാൻ കൊച്ചി നാട്ടുരാജ്യത്തിലെ ദളിതരുടെ ആദ്യ നായകനാണ്. കരയിൽ കാലുകുത്താൻ ഇടയില്ല സമ്മതിക്കാഞ്ഞത് കൊണ്ട് കായലിൽ വള്ളം കെട്ടി കായൽ സമ്മേളനം നടത്തിയതിൻ്റെ നേതാവാണ് അദ്ദേഹം. ദാക്ഷായണി വേലായുധൻ്റെ ഇളയച്ചൻ, അച്ഛൻ്റെ അനുജൻ. അതും ഈ എറണാകുളത്ത് മഹാരാജ് കോളേജ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ കായലാണ്, തൊട്ടിപ്പുറത്തെ കരയാണ്. ഈ കരയിൽ കാലുകുത്താനാവില്ല. അതേ കരയിലെ നിയമസഭാ ഹാളിൽ, വേദിയിൽ ഗർജിക്കാൻ കഴിയുന്നു 10 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും. ആ നാടകീയമായ ആ ഭംഗി അത് ഒരു ദൃശ്യത്തിലേക്ക് പകർത്താൻ കഴിയുന്ന ഒരാൾക്ക് ഒരുപാട് സാധ്യതകൾ അവിടെയുണ്ട്. ഇവരുടെ ജീവിതം ഒട്ടുക്കതാണ്. ഗാന്ധിജിയുടെ ശിഷ്യയായി ഗാന്ധിജിയുടെ അനുഗ്രഹത്തോടെ വിവാഹം കഴിച്ച ആൾക്ക് അത് കഴിഞ്ഞ് 5 കൊല്ലം തികയുന്നതിന് മുമ്പ് ഗാന്ധിജിയെ തന്നെ കടുത്ത ഭാഷയിൽ കൊച്ചി നിയമസഭയിൽ ആക്ഷേപിക്കുന്നുണ്ട്. ഹരിജൻ എന്ന് ഞങ്ങളെ വിളിക്കുന്നത് നെപ്പോളിയൻ എന്നൊരു പട്ടിക്ക് പേരിടുന്നത് പോലെയാണ് എന്നാണ് അവരുടെ രക്ഷിതാവ് എന്ന സ്ഥാനത്തുള്ള ഗാന്ധിജിയെ വിമർശിക്കുന്നത്. എല്ലാ കാര്യത്തിലും ഈ നാടകീയതയും അതിൻ്റെ വഴിതിരിയലുകളും ഒക്കെ ഉള്ള ഒരു ജീവിതമാണ് അവരുടെ. ഇങ്ങനെ അന്ന് തന്നെ ഔട്ടാക്കി കളഞ്ഞ ഒരാളാണ്. ചരിത്രത്തിൽ അവരെങ്ങും തമസ്കരിക്കപ്പെട്ടു എന്ന് പറയാനാവില്ല. കാരണം ഈ പുസ്തകത്തിലുള്ള മുഴുവൻ രേഖകളും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പാർലമെൻറ്റിന് കീഴിലുള്ള ആർക്കൈവുകളിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ്. കൊച്ചി നിയമസഭയുടെ രേഖകൾ നമ്മുടെ ആർക്കൈവ്സുകളിലുള്ളതാണ്. ഇതെല്ലാം നാട്ടിലുള്ളപ്പോഴും ഈ സ്ത്രീയിലേക്ക് എന്തുകൊണ്ട്, ഞാൻ പറയുന്നത് ഒരു ജാതിപരമായ അവഗണന എന്ന് അല്ല, അതുണ്ടാവാം. അത് ഒരു ദളിതായതുകൊണ്ട് ആ അവഗണന അവർ നേരിട്ടിട്ടുണ്ടാവാം. പക്ഷെ അത് മാത്രമല്ലല്ലോ, ഇവരാരാണെന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നത് പോലെ അല്ല ഇവരുടെ സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും. ഇവർ ഇത്തരത്തിൽ ഒരു മഹതിയാണ്, ഒരു പോരാളിയാണ് എന്ന് തിരിച്ചറിയാൻ ആ വിഭാഗത്തിലെ എഴുത്തുകാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. മറ്റാളുകളുടെ കാര്യം പറയാനേ ഇല്ല. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ഇവിടെയാണ് നേരത്തെ പറഞ്ഞ അവഗണനയുടെ ഒരു ഭാഗം നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ആ അവഗണന ഇവരെ തമസ്കരിക്കാനിടയാക്കി. പക്ഷെ ഭരണകൂടം ലൈം ലൈറ്റിലേക്ക് നിർത്തുന്നവരെ മാത്രമല്ലല്ലോ പിൽക്കാലം കണ്ടെടുക്കുന്നത്. പിൽക്കാലത്തിൽ കണ്ടെടുക്കാൻ ഈ ഭരണകൂടത്തിൻ്റെ താങ്ങ് വേണ്ട. അതൊരു ഇപ്പോൾ വളരെ ആദരത്തോടെ കാണുന്ന തിരുവിതാംകൂറിലെ അയ്യൻകാളിയുടെ ചിത്രം എന്താ? അയ്യൻകാളിയുടെ ഒരു ചിത്രം അന്വേഷിച്ചിട്ട് കിട്ടാനേ ഇല്ല എന്നാണ് 1/2 നൂറ്റാണ്ട് മുൻപ് PK ബാലകൃഷ്ണൻ എഴുതിയത്. അത്രമാത്രം അവഗണിതനായി കിടന്നിരുന്ന ആളാണ്. മുഴുവൻ ശരിയല്ലെങ്കിലും ആ അയ്യൻകാളി ഇന്ന് കേരളത്തിൻ്റെ സിമ്പിളായി മാറിയിരിക്കുന്നു. അത് എന്തുകൊണ്ട് സംഭവിച്ചു? കണ്ടെടുക്കലിൻ്റെ അതിൻ്റെ താല്പര്യങ്ങളുണ്ട് ഇവിടെ. ഇതൊരു ദളിതാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ ഉണ്ട്. ഭരണകൂടത്തെ എതിർത്ത് ബ്രാഹ്മണ്യത്തെ എതിർത്ത ആളാണെന്നുള്ളത് മറ്റൊരു ഇതുണ്ട്. താൻ പോരുമുള്ള ഒരാളാണ്, എന്തിനും പോന്ന ആൾ. അങ്ങനെയാണ് നാട്ടുമ്പുറത്ത് ആ ഭാഷ. എന്തിനും പോന്ന ആൾ, അതെ, എന്തിനും പോകുന്നൊരു സ്ത്രീയാണ് അവർ. ആർക്കും കീഴടങ്ങാത്ത, കാലത്തിന് കീഴടങ്ങാത്ത, പരിസരത്തിന് സാഹചര്യങ്ങൾക്ക് കീഴടങ്ങാത്ത, അതാണ് അവർക്ക് യോജിച്ച വിശേഷണം. അങ്ങനെയുള്ള ഒരാളെ അടുത്ത ഒരു ആലോചിക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നെഹ്റു അന്ന്, ഇടക്കാല ഭരണകൂടത്തിലും ഗവൺമെൻറ്. ആ നെഹ്റുവിനെ ഒരു സ്കൂൾ ടീച്ചറായ ഈ ടീച്ചറായിരുന്ന ദാക്ഷായണി വേലായുധനോട് ഭാഷയുടെ പേര് പറഞ്ഞ് അവഹേളിക്കാൻ തോന്നണമെങ്കിൽ ആ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതാണ്.
അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു അനുയായി അല്ലെങ്കിൽ ഒരു താഴെത്തട്ടിലുള്ള ഒരു അംഗം, അവരെ വിമർശിക്കാൻ അവർ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം വീട്ടിൽ പോയി ഓക്സ്ഫോർഡ് ഡിക്ഷണറി നോക്കി വന്ന് പിറ്റേന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവഹേളിക്കാൻ തോന്നണമെങ്കിൽ എത്രമാത്രം ഇവരോടുള്ള വെറുപ്പോ അനിഷ്ടമോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മനസ്സിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രി മാത്രമല്ല, PG മാവുലങ്കർ സ്പീക്കറാണ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ലെജിസ്ലേറ്റീവ് വിങ്ങിൻ്റെ സ്പീക്കറാണ്. ഇവരുടെ സ്വന്തം വംശത്തിൽ ജനിച്ച ജഗജീവൻ റാം, ഇവരൊക്കെ ചേർന്ന് അവഹേളിക്കുന്നതാണ്. ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആ അനിഷ്ടം നമുക്ക് ഈ രേഖകളിലൂടെ പുറത്ത് കാണുന്നുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ടും അവഗണിതയായി ഇനിയൊരു കയറ്റം കൊടുക്കാൻ പാടില്ലെന്ന് അപ്രഖ്യാപിതമായി ആരൊക്കെയോ തീരുമാനിച്ചു എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് പിൽക്കാലത്തെ തലമുറ, പിൽക്കാലത്തെ അഭ്യസ്തവിദ്യരായ ദളിതരായാലും മറ്റാളുകളായാലും ഈ ജനനേത്രിയെ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല? 71 അവരൊരു തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ നിൽക്കുന്നുണ്ട്, മരിക്കുന്നതിന് 7 വർഷം മുൻപ്. അത്രമാത്രം നമ്മുടെ ഈ തലമുറയോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. എന്നിട്ടും അവരെക്കുറിച്ചൊരു വാക്ക് 2004-5 ഘട്ടത്തിൽ അന്വേഷിക്കുമ്പോൾ കൊച്ചിയുടെ എറണാകുളത്തിൻ്റെ പരിസരത്തുള്ള അവരുടെ നാട്ടിൽ പോലും ഇല്ല എന്നത്, ആരാണ് ഈ സ്ത്രീ എന്ന് ഒരു വാക്കുകൊണ്ട്, ഒരു വാചകം കൊണ്ട് വിവരിക്കാൻ തോന്നാത്ത ഹരിജൻ ഡയറക്ടർക്കാർ വരെ 60കളിൽ കേരളത്തിലുണ്ടായിരുന്നു. 30 നിയമസഭാംഗങ്ങളുടെ പേര് പറഞ്ഞതിൻ്റെ അടിയിൽ ദക്ഷാണി വേലായുധൻ എന്ന പേരെഴുതി പൂർത്തിയാക്കുകയാണ് 63-ൽ പുറത്തു വന്ന ഒരു ഹരിജൻ ഡയറക്ടറി പോലും. അതായത് ഇവരെ അവഗണിച്ചതിന് നമുക്കൊരു ജാതിയുടെ പരിമിതിയില്ല. ഇവരുടെ മഹത്വം കണ്ടറിയുന്നതിൽ ജാതിയുടെ പരിമിതി മാത്രമല്ല, മറ്റു പലതുമുണ്ട്. അതെന്തൊക്കെ എന്നത് ഭാവിയിലുള്ള ഗവേഷകർ കണ്ടെത്തേണ്ടതുണ്ട്. ഇവർക്ക് എന്തൊക്കെ തരത്തിലുള്ള തിരിച്ചടികൾ, പ്രതികരണങ്ങൾ അക്കാലത്തുണ്ടായി എന്നത് നമുക്ക് ഇപ്പോൾ ഊഹിക്കാനേ കഴിയൂ. അത് ഗവേഷകർ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളാണ്. ഒരു അടിത്തറ എന്ന നിലയിൽ ഒരു പുസ്തകം നമ്മുടെ മുന്നിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ അക്കാലത്തെ ചരിത്രം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ നോമിനേറ്റഡ് അംഗമായി ചെന്നിട്ടും അവിടെ അവർ അനുഭവിച്ചിരിക്കാൻ ഇടയുള്ള വ്യഥ, മാനസിക ക്ലേശം ഊഹിക്കാൻ നമുക്ക്. അവസാന ഘട്ടത്തിൽ മനസ്സിൻ്റെ ക്ഷോഭം തീർക്കാൻ 71-ൽ അവരുടെ സ്വന്തം സുഹൃത്തായ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിക്കെതിരായി മത്സരിക്കാൻ തോന്നണമെങ്കിൽ ജയിക്കില്ലെന്ന് ആർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷ നിരകൾക്ക് മുന്നിൽ ജയിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ക്ഷോഭം അവർ പ്രകടിപ്പിച്ചു എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും അസ്വസ്ഥയായ, അവഗണിതയായ ഒരു ജനനേത്രിയായി ജീവിതം അവസാനിപ്പിക്കുകയാണ് ആ സ്ത്രീ ചെയ്തത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ഈ രേഖകൾ നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടും നമുക്ക് കണ്ടെടുക്കാൻ കഴിയാഞ്ഞത് ഈ അവഗണനയോടി ഫലം കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ ഊഹിക്കാം. പക്ഷെ അപ്പോഴും നമ്മുടെ കുറ്റം, നമ്മളിൽ നിന്നുള്ള കുറ്റം ഒഴിഞ്ഞു പോകുന്നില്ല. എന്തുകൊണ്ട് എന്നെപ്പോലെ ഒരു ചെറിയ എഴുത്തുകാരൻ ഇവരുടെ മരണത്തിനും 4 നൂറ്റാണ്ടിന് ശേഷം കണ്ടെടുക്കേണ്ടി വന്നു? എന്നേക്കാൾ മുൻപേ കൊച്ചിയിൽ ഉയർന്ന സാഹിത്യകാരന്മാരുണ്ട്. എത്രയോ ആളുകൾ ദളിതരും അല്ലാത്തവരുമായ ആളുകളുണ്ട്. എറണാകുളത്തിൻ്റെ സഹോദരനയ്യപ്പൻ്റെ അങ്ങനെയുള്ള മഹാന്മാരുടെ ചരിത്രം ഒരു സമകാലീനെ പോലെ നടന്നെഴുതുന്ന വിശിഷ്ട എഴുത്തുകാരുള്ള ആ എറണാകുളത്ത് ഈ ആളെ പേര് പറഞ്ഞെങ്കിലും ഒന്ന് സൂചിപ്പിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിഞ്ഞില്ല? ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മഹത്വവും കഴിവുമൊക്കെ അന്നും രേഖകളിലുണ്ട്. കൊച്ചി നിയമസഭയുടെ രേഖകളിലുണ്ട്, പാർലമെൻറ്റിൻ്റെ രേഖകളിലുണ്ട്. എല്ലായിടത്തും 7 കൊല്ലത്തെ രേഖകൾ സമഗ്രമായുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് നമുക്കത് കഴിഞ്ഞില്ല എന്നതുകൂടി ചേർത്തിട്ട് വേണം നമ്മുടെ ഈ ചർച്ചയുടെ തലക്കെട്ടിനോട് നമുക്ക് നീതി ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നാലോചിക്കാം. ദക്ഷാണി വേലായുധൻ നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഗാന്ധി ശിഷ്യയായിരുന്നു. ഗാന്ധിയുടെ വാർധാശ്രമത്തിൽ വെച്ചിട്ടാണ് ഇവരുടെ 1941 അവരുടെ ആർ വേലായുധനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞത്. പക്ഷെ ഗാന്ധിയുടെ അയിത്തത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ ദാക്ഷായണി വേലായുധൻ നിശ്ചിതമായിട്ട് വിമർശിച്ചിരുന്നു, മാഷ് സൂചിപ്പിച്ചു. അതേസമയം തന്നെ ഗാന്ധിയുടെ സാമൂഹ്യനീതി എന്ന ആശയത്തോട് ചേർന്ന് നിന്നിരുന്നു.
അതേസമയം അംബേദ്കറിന്റെ സംവരണം എന്നുള്ള ആശയത്തിനെ വിമർശിക്കുന്നുണ്ട് ദാക്ഷായണി വേലായുധൻ. സംവരണത്തിലൂടെ ജാതി നിർമൂലനം സാധ്യമല്ല എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. പിന്നെ അംബേദ്കറിന്റെ മിശ്ര വിവാഹം എന്നുള്ള കാഴ്ചപ്പാടിനെയും വളരെ അത് നമുക്ക് യോജിക്കാം. അതോടൊപ്പം തന്നെ അംബേദ്കറിന്റെ ജനാധിപത്യം എന്നുള്ള ആശയത്തോട് ചേർന്ന് നിന്ന ഒരാളായിരുന്നു ദാക്ഷായണി വേലായുധൻ. ഇത്തരത്തിൽ നമ്മൾ ദാക്ഷായണി വേലായുധനെ നോക്കുമ്പോൾ ഇപ്പം ചെറായി സാറ് സൂചിപ്പിച്ച ഒരു അംബേദ്കറൈറ്റ് രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കുള്ള സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളൊരു വാദത്തിനോട് നമുക്ക് എങ്ങനെയാണ് ആ രീതിയിൽ നമുക്കത് യോജിച്ചു പോകാൻ പറ്റുമോ? ശ്രീജിത്ത് മാഷിനോട് ഒന്ന് ചോദിക്കാം. ഞാൻ ഈ പരിപാടിയിൽ, കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയേറെ എഴുതപ്പെട്ടിട്ടില്ലാത്ത ചരിത്ര പുസ്തകങ്ങളിൽ അടക്കം കേരള ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ കാര്യമായി കാണാത്ത, അല്ലെങ്കിൽ ഇപ്പൊ വളരെ ലേറ്റസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ദാക്ഷായണി വേലായുധനെ പോലെയുള്ള, ദാക്ഷായണി വേലായുധന് മാത്രമല്ല പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അയ്യങ്കാളി തന്നെ ഇത്രയും പ്രസിദ്ധനായിട്ട് ചിന്താരശ്ശേരിയുടെ പുസ്തകം വരുന്നത് വരെ അയ്യങ്കാളി നമ്മുടെ മുന്നിലില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് കുന്നുകുഴി മണിയുടെയൊക്കെ പേപ്പേഴ്സ് അവര് നിയമസഭാ പ്രസംഗങ്ങൾ, പിന്നെ ശ്രീമൂലം സഭാ പ്രസംഗങ്ങളൊക്കെ കണ്ടെടുത്തുകൊണ്ട് അവർ പബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ അയ്യങ്കാളിക്കും ഇതേപോലെയുള്ള അതിലൊക്കെ എനിക്ക് തോന്നുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ ആ രീതിയിലുള്ള ഏത് രീതിയിലുള്ള പങ്കാണ് തമസ്കരിക്കപ്പെടുന്നതിൽ ഉണ്ടായിട്ടുള്ളത്, അക്കാലത്തേത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ അംബേദ്കറൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നുള്ളതും അതേപോലെ സംവരണത്തിനൊക്കെ എതിർക്കുമ്പോൾ ക്ലാസ് ആണ് പ്രശ്നം എന്ന് ഒരു വാദം അവർ പറയുന്നുണ്ട്. വർഗമാണ് പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് അത് ജാതി േക്കാളുപരി സാമ്പത്തിക അവസ്ഥ എന്നുള്ള ഒരു അവസ്ഥ കൂടി കുറച്ചുകൂടി പുരോഗമനപരമായി കൊണ്ട് അവർ പറയുന്നുണ്ട്. സാമ്പത്തിക അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നേരത്തെ ഈ നെഹ്റു, എനിക്ക് മനസ്സിലാവുന്നില്ല, നെഹ്റു അന്ന് ഹൈക്കമാൻഡിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും ഭരണഘടനാ സമിതിയുടെ തുടക്കത്ത് ഇവരും മദ്രാസിൽ നിന്നും മത്സരിക്കണം എന്ന് തീരുമാനിച്ച അല്ലെങ്കിൽ വാശി പിടിച്ച ഹൈക്കമാൻഡിൽ നെഹ്റു ഉണ്ടാവില്ലേ സർ? പട്ടേലുണ്ട്, ആ നെഹ്റു തീർച്ചയായിട്ടും അതിലൊരു പങ്കാണ്. അപ്പോൾ ഹയർ നേതൃത്വത്തിന് ഇവരോട് അന്ന് ഉള്ള താല്പര്യം ഈ അംബേദ്കർ വിമർശനം കൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? അത് മാത്രമല്ല, ഈ മദ്രാസിലുള്ള ദളിത് നേതാക്കൾ ഉടനീളം ഇവരെ മോശമായ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് തോന്നുന്നല്ലേ, അത് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതും ഒരേ ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾ തമ്മിൽ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമാണ്. എന്തായാലും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ശകലിതമാണ് ഈ അറിവുകൾ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതിൽ മൗലികമായ ഗവേഷണം ചെയ്യുന്ന ഒരാളോടൊപ്പം വേദി പങ്കിടുക എന്നുള്ള പിന്നെ ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ അത് ഒരു പ്രിവിലേജാണ്. റിസർച്ച് ചെയ്യുന്ന നേരത്തെ കുറുപ്പ് സാറ് പറഞ്ഞ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഗവേഷണത്തെ സംബന്ധിച്ചിടത്തോളം തിയറി കൊണ്ട് ഓട്ടയടയ്ക്കുന്ന ധാരാളം പണ്ഡിതന്മാരുള്ള ഒരു പ്രദേശത്ത് വലിയ ചരിത്രകാരന്മാരായിട്ട് ആഘോഷിക്കപ്പെടുകയും അവര് മൂലപ്രമാണങ്ങൾ ഒന്നും കാണാതെ പിന്നെ പഴയ കാലത്ത് എളംകുളം കണ്ടെടുത്ത രേഖകൾ, എളംകുളം വ്യാഖ്യാനിച്ച രേഖകളിന്മേൽ വലിയ രീതിയിലുള്ള തിയററ്റിക്കൽ അപ്ലിക്കേഷൻ നടത്തി അതിനേക്കാൾ വലിയ ചരിത്രകാരനായിട്ട് അഭിനയിച്ച് നടക്കുന്നവർക്ക് ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ ആർക്കൈവ്സുകളിലും അതേപോലെ തന്നെ ഇങ്ങനെ കാണപ്പെടാത്ത രേഖകളും കൊണ്ടുവന്നുകൊണ്ട് കേരള ചരിത്രം നിർമ്മിച്ച് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് മറ്റൊരു തലത്തിലാണ്. ഈ 1931 മഹാരാജാസ് കോളേജിൽ എത്തുന്ന കുട്ടിയെക്കുറിച്ച്, ഒരു പെൺകുട്ടിയെക്കുറിച്ച്, ഒരു ദളിത് പെൺകുട്ടിയെക്കുറിച്ച്, ഒരു വിദ്യാഭ്യാസത്തിൽ ഗവേഷണം ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ അവസ്ഥകളെക്കുറിച്ചും ക്ലാസ് മുറികളിലെ അവസ്ഥകളെക്കുറിച്ചും കൃത്യമായും ഉള്ള ഡോക്യുമെന്റ്സുകൾ പരിശോധിക്കാൻ അവസരം കിട്ടിയ ഒരാളെന്നുള്ള നിലയ്ക്ക് ആപ്സ് എന്ന് പറയുന്ന മിഷണറി പറയുന്ന വാചകങ്ങൾ, അതോടൊപ്പം സാമുവൽ മെറ്റീരിയർ തന്നെ പറയുന്നുണ്ട്, വരുന്ന നൂറ്റാണ്ടിലെങ്കിലും ഏതെങ്കിലും ഒരു ദളിത് സ്കൂൾ മാസ്റ്റർ ആയി തീർന്നു കഴിഞ്ഞാൽ അത് മഹാത്ഭുതമായിരിക്കും. സ്കൂൾ ടീച്ചർ അല്ല എവിടെയായിട്ടുള്ളത്. തുടർന്ന് 10-75 വർഷങ്ങൾ കൊണ്ട് അവര് ഇന്ത്യയുടെ പരമോന്നത ഒരു ഭരണഘടനയാണ് ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കുന്നത്. രാഷ്ട്രം എന്ന് പറയുന്നത് സ്ഥലവും അല്ലെങ്കിൽ ജനങ്ങളോ അല്ലെങ്കിൽ മറ്റു പോലീസോ ഒന്നും അല്ല എന്നും അതിനൊരു ഭരണഘടനയാണ് രാഷ്ട്രത്തെ നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രപതി അതിന്റെ ആരൂഢം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ആ നിർമ്മാണ സമിതിയിലേക്കുള്ള ഇവരുടെ പ്രയാണത്തെ നമ്മൾ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഏടായി തന്നെയാണ് കാണേണ്ടത്.
അതായത് ക്ലാസ് മുറിയിൽ പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. അവിടുന്ന് ആണ് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാവുന്നത്. കുമാരനാശാന്റെ പിന്നെ നിയമസഭാ പ്രസംഗങ്ങൾ മുഴുവൻ എടുത്തു നോക്കിയാൽ അത് വിപ്ലവകരമല്ല. താഴ് ശങ്കരനൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം വിപ്ലവകാരിയല്ല, ഒരു എന്താണ് അതിനെതിരായിട്ടുള്ള വാദങ്ങൾ ഇങ്ങനെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന സമരങ്ങൾ ക്ലാസ് മുറിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ക്ലാസ് മുറിയിൽ പ്രവേശനം നേടിയിട്ടും ഇടവഴിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സമൂഹം മുഴുവൻ എതിർത്തിട്ടും എറിഞ്ഞടിക്കുകയാണ്. ഇപ്പൊ ലാബിലെ തൊടുന്നത് പറഞ്ഞു സാർ, ലാബിലെ മെറ്റീരിയൽ തൊടാൻ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താണ് അപ്പറേറ്റസ് തൊടാൻ സമ്മതിക്കാത്തത് പോലെ തന്നെ അധ്യാപകൻ കുട്ടിയെ തൊടില്ല, അടിക്കാൻ അടി നടക്കുന്നുണ്ട്, എറിയുകയാണ് ചെയ്യുന്നത്. ഈ ദളിത് വിദ്യാർത്ഥിയെയോ അല്ലെങ്കിൽ ഇട വിദ്യാർത്ഥിയോ ഒക്കെ പഠിപ്പിക്കുന്ന നായർ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള അധ്യാപകൻ കുട്ടിയെ തൊടാൻ പഠിച്ചിട്ട് വടി എറിഞ്ഞാണ് അടിക്കുന്നത്. ടി കെ മാധവനെ പോലെയുള്ളവർ എറിഞ്ഞടി എന്ന പേരിൽ അത് പ്രസിദ്ധമായിരുന്നു. ഈ എറിഞ്ഞടിയിൽ നിന്നും മാറിയിട്ടാണ് അത്തരം ഒരു ഇവരനുഭവിച്ച, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മഹാരാജാസ് കോളേജിലേക്ക് അവർ എത്തിച്ചേർന്നപ്പോൾ ഉണ്ടായിട്ട് അവർ അനുഭവിച്ച പീഡകൾ എന്തൊക്കെയായിരിക്കും. ആത്മപീഡ എന്ന് പറയുന്നത് വലിയ ഒരു ഏലിയനേഷൻ. ഇത് പൽപ്പുവിന്റെ ജ്യേഷ്ഠന് ഉണ്ടാവുന്നു. പൽപ്പുവിന്റെ ജ്യേഷ്ഠൻ തിരുവനന്തപുരത്ത് മഹാരാജാസ് കോളേജിൽ പഠിച്ച ആളാണ്, പൽപ്പു അവിടെ പഠിച്ച ആളാണ്. പിറകിൽ ബെഞ്ചിട്ട് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടി വന്നിട്ട് 3 വർഷം കൊണ്ട് അവർ ഡിഗ്രി പാസ്സായി എന്നുള്ളതാണ്. സെക്കൻഡ് ക്ലാസ്സോട് കൂടിയാണ് ഈ അപ്പറാറ്റസ് തൊടാൻ കഴിയാത്ത, കെമിക്കൽ തൊടാൻ കഴിയാത്ത പിന്നെ ദാക്ഷായണി വേലായുധൻ ഡിഗ്രി പാസ്സാകുന്നത് കെമിസ്ട്രിയിൽ. എന്നിട്ട് തുടർന്ന് അപ്പൊ ഇങ്ങനെ കേരളത്തിന്റെ ഒരു വലിയ പരിപ്രേക്ഷ്യത്തിൽ വെച്ചുകൊണ്ട് ആ കാലഘട്ടത്തിലെ 19-ാം നൂറ്റാണ്ടും 1950 വരെയെങ്കിലും ഉള്ള ഒരു കാലഘട്ടത്തിൽ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ ഇവർ എത്രമാത്രം ബ്രേവാണ്. കാരണം ക്ലാസ്സിൽ സർവൈവ് ചെയ്യാൻ കഴിയില്ല. ഇത്തരമൊരു അവസ്ഥയിൽ ആളുകൾ, നമുക്കറിയാം ഇന്നടക്കം IIT-യിൽ നിന്നുള്ള അടക്കം ഈ നവീന കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോവുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ ഭീകരമായ ജനാധിപത്യ വ്യവസ്ഥകളൊന്നുമില്ലാത്ത, പക്ഷെ ഒരു സ്ഥലത്ത് കുമാരനാശാൻ പറയുന്നുണ്ട് തിരുവിതാംകൂറിനേക്കാൾ കുറച്ച് ഭേദമാണ് ഈ ജാതിയുടെ കേസിൽ കുറച്ച് കൊച്ചി രാജാക്കന്മാർ കുറച്ചുകൂടി ഒന്നുകൂടി മുന്നിട്ട് നിൽക്കുന്നു. ആ അർത്ഥത്തിൽ അവരെ ഒന്ന് പിന്നെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കുറച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫൈറ്റിംഗ് ദാക്ഷായണി വേലായുധന്റെ ഒരു ഇൻബോണറ്റ്, ദാക്ഷായണി എന്നുള്ള പേര് തന്നെ ഒരു ഫൈറ്റിംഗ് ആണെന്ന് പറയുന്നത്. സ്വാഭാവികമായും ആ കാലഘട്ടത്തിൽ കാളി, ചോതി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേരുകൾ ഇടുമ്പോൾ ദാക്ഷായണി വേലായുധന്റെ അച്ഛൻ ഏറ്റവും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഏറ്റവും മനോഹരമായ പേരുകളിൽ ഒന്ന് ധൈര്യപൂർവ്വം തെരഞ്ഞെടുത്തു. അവിടുന്ന് ജനനം മുതൽ അല്ലെങ്കിൽ പേരിട്ടത് മുതൽ ദാക്ഷായണിയുടെ ഈ പറഞ്ഞ ദാക്ഷായണി വേലായുധന്റെ സമരം, സമൂഹത്തോടുള്ള സമരം. അപ്പൊ എനിക്ക് തോന്നുന്നു അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അവർ നേടിയിട്ടുള്ള കരുത്തുമായിരിക്കണം ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനും. ഇപ്പോൾ ലേഡീസ് വെയിറ്റിംഗ് വണ്ടിയിൽ പ്രത്യേകം റിസർവേഷൻ ദാക്ഷായണി നമ്മളിന്ന് അനുഭവിക്കുന്നതാണ്. ലേഡീസ് വെയിറ്റിംഗ് റൂമുകൾ വേണം എന്ന് ആവശ്യപ്പെട്ടത് എന്റെ പ്രമേയം അവതരിപ്പിക്കുന്നത്, വണ്ടിയിൽ റിസർവേഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വളരെ തുല്യതയെക്കുറിച്ചുള്ള, എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞതിൽ ഗാന്ധിയോടുള്ള വിമർശനമായിട്ടാണോ അവർ പറയുന്നത്, ജാതി നിലനിൽക്കുന്നിടത്തോളം എന്താണ് നെപ്പോളിയൻ എന്ന് പേരുന്നത് ഗാന്ധിയോടുള്ള വിമർശനമാണോ അതല്ല ജാതി വ്യവസ്ഥയോടുള്ള വിമർശനമാണോ എന്നുള്ളത് എനിക്കൊരു സംശയമായിട്ട്. അതെ അതെ, ഹരിജൻ എന്ന വാക്ക്, ആ വിശേഷണം ഗാന്ധിജിയുടെ സംഭാവനയായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത് തന്നെയാണ് അക്കാലത്ത് മറ്റൊരാൾ ഹരിജനെന്ന് പറഞ്ഞിരിക്കാൻ സാധ്യത കാണുന്നില്ല. വേറൊരാളെ ആ വിമർശനം കൊണ്ട് നോവിക്കാനും കഴിയുമെന്ന് തോന്നുന്നില്ല. നോവിക്കണം എന്ന ഉദ്ദേശത്തിലല്ല, പക്ഷേ ഉള്ളിൽ തിളച്ചു നിൽക്കുന്ന ആ ക്ഷോഭം തുറന്നു പറയാൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച 1/2 കിലോമീറ്ററിൻ്റെ വ്യത്യാസമൊക്കെ ഇവിടെയുണ്ട്. 1/2 കിലോമീറ്ററിനപ്പുറത്ത് ജാതിപരമായ പീഡനമേറ്റ ഒരു യുവതി 33-ാമത്തെ വയസ്സിൽ കൊച്ചി നിയമസഭയിലേക്ക് വന്നിട്ടുണ്ടായ ക്ഷോഭമാണ് ഈ വിശേഷണത്തെ എതിർക്കാൻ കാരണം എന്ന് ഞാൻ ഊഹിക്കുന്നു. ഒരു മനുഷ്യജീവിയാണ്, അവരനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ. 1935 ഡിഗ്രി പാസ്സായി അതേ വർഷം തന്നെ ഒരു ടീച്ചറായിട്ട് ജോലി കിട്ടുന്നുണ്ട്. ടീച്ചറായി ജോലി കിട്ടുന്നിടത്ത് ഒരു വിശേഷ ഐത്തം ഉണ്ട്. പടവരമ്പ് ഉള്ള ഒരു വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ വഴി മാറാൻ പറയുകയും ഇവരതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അവരോടൊപ്പം താമസിച്ചിരുന്ന അമ്മയ്ക്ക്, കൺവേർട്ട് ചെയ്ത അമ്മയ്ക്ക് ഐത്തമില്ല. ഇതൊക്കെ അവരുടെ മനസ്സിനെ എങ്ങനെ ഭീകരമായ ഒരു മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ട് അവർ. അതിൻ്റെ പ്രതിഫലനമായിരിക്കണം
ഈ നിയമസഭയിൽ ഈ ഹരിജൻ എന്ന ആ പ്രയോഗത്തിനെ എതിർക്കുന്നത്. അവിടെ മാത്രമല്ലല്ലോ, അവരുടെ നിയമസഭയിലെ എല്ലാ പ്രസംഗങ്ങളിലും ഈ ക്ഷോഭം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചെല്ലുമ്പോഴും ഒരു മാറ്റവും അതിനില്ല. ക്ഷോഭത്തെ സരസമായി അംബേദ്കർ വിമർശനമായി മാറ്റുന്ന അവസ്ഥ മാത്രമേ നമ്മൾക്കവിടെ കാണാൻ കഴിയൂ. അംബേദ്കറെ സരസമായി വിമർശിക്കുന്നു. ഇന്ന് ചിലർ ഒരു പ്രധാന പോയിന്റാണിത്. അംബേദ്കറെ എതിർത്ത ഒരാളെ എതിർത്തതാണ് ഇവരുടെ ഒരു നെഗറ്റിവിറ്റി എന്ന നിലയ്ക്ക് ചിലർ സംസാരിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, അംബേദ്കറെ പോലെ തന്നെ ജാതി വാഴ്ചയുടെ പീഡനങ്ങളേറ്റ് വന്ന് ഉയരത്തിലേക്കെത്തിയ ഒരു വ്യക്തിയാണവർ. ആണായാലും പെണ്ണായാലും അവർ ആ പീഡനമേൽക്കാൻ വിധിക്കപ്പെട്ട ഭാരതീയരിൽ ഒരു വ്യക്തിയാണവർ. അംബേദ്കറെ പോലെ തന്നെ അത്ര വിപുലമല്ലെങ്കിൽ പോലും ഈ പീഡനമൊക്കെ വിശേഷിച്ച് 21 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് മറ്റ് സഹപാഠികളുടെ മുന്നിൽ ഐക്യത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുക എന്നത് സഹിക്കാൻ ആവുന്ന ഒരു അനുഭവമല്ല അത്. അത്രയ്ക്ക് ക്ഷോഭം നിറഞ്ഞ ആ മനസ്സ് കിട്ടുന്ന എല്ലാ സ്ഥലത്തും വളരെ ക്ഷോഭത്തോടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളെയും അവതരിപ്പിച്ചിട്ടുള്ളത്. വിട്ടുവീഴ്ചയില്ല അതിൽ. ഈ ക്ഷോഭം അവരുടെ അവസാനത്തെ പ്രസംഗങ്ങളിൽ വരെ കാണുന്നുണ്ട്. അവസാനം പ്രൊഫഷണൽ പാർലമെൻറ്റിൽ നിന്ന് യാത്ര പറയുന്ന ദിവസം തിരുക്കൊച്ചിയിലെ അലക്സാണ്ടർ എന്ന ഒരു നോമിനേറ്റഡ് ആയിട്ടുള്ള തിരുക്കൊച്ചി അംഗത്തോടാണ് അദ്ദേഹത്തിൻ്റെ ഒരു സമരം, അവരുടെ ഒരു സമരം. വെളിച്ചെണ്ണയ്ക്ക് വില കൂട്ടിയത്, വില കുറച്ചത് തെങ്ങ് കർഷകർക്ക് ദോഷമാണെന്ന് വാദിച്ച അലക്സാണ്ടറോട് അവർ പറയുന്നത്, ഇതെൻ്റെ യാത്രയയപ്പ് പ്രസംഗമാകാം, അവസാന പ്രസംഗമാകാം, പക്ഷേ കേരളം മറുപടിയില്ലാതെ പോകരുത്. എൻ്റെ വിഭാഗത്തിന് ജനങ്ങൾക്ക് ഈ വെളിച്ചെണ്ണയ്ക്ക് വില കുറയുക എന്നത് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. ചെറിയ വരുമാനം പോലും ഇല്ലാത്ത ആളുകൾ വെളിച്ചെണ്ണ ഒരു ആഘോഷമായി ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് നിങ്ങളുടേതല്ല, ഞങ്ങളുടെ തലം വേറെ ഒന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ സ്റ്റേജായ പ്രൊവിഷണൽ പാർലമെൻറ്റിൽ നിന്ന് അവർ പടിയിറങ്ങുന്നത്. അതായത് 7 കൊല്ലവും ഈ ഇത്തരം ക്ഷോഭത്തോടെ എന്നാൽ സമനില കൈവിടാതെ യുക്തിയോടെ ഒക്കെ പ്രതികരിക്കാൻ കഴിഞ്ഞ ഒരാളാണ്. ഒരേ സമയം ഗാന്ധി ശിഷ്യയാണ്, അതേസമയം അംബേദ്കറിൻ്റെ ചില ആശയങ്ങളോട് യോജിപ്പുണ്ട്, അതേസമയം രണ്ടിനെയും എതിർക്കുന്നുണ്ട്. അതാണ് നേരത്തെ ശ്രീതോഷ സൂചിപ്പിച്ചത്. പക്ഷെ ഇതിൻ്റെ അകത്ത് 1948 നവംബർ 4 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് സമർപ്പിച്ചുകൊണ്ട് അംബേദ്കർ നടത്തിയ പ്രസംഗത്തിന് ശേഷം നടന്ന ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ട് ഇവർ അംബേദ്കർ വിമർശിക്കുന്നുണ്ട്. അന്നത്തെ ഒരു അംബേദ്കറെയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. 1948 ഭരണഘടന നിർമ്മിച്ച് അതിൻ്റെ കരട് സമർപ്പിച്ച് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന ചർച്ചയിലാണ് ദാക്ഷായണി വേലായുധൻ അംബേദ്കറിന്റെ സംവരണം എന്ന ആശയത്തെ അതിനിശ്ചിതമായി വിമർശിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാൻ ഇപ്പോൾ രാംദാസ് മാഷ് അതിലൊരു വിയോജിപ്പ് പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് അവരുടെ ശക്തമായ നിലപാട് തന്നെയാണ്. ഒരു പാട്രിയാർക്കിക്ക് അകത്ത് നിന്നുകൊണ്ട് ഒരു സ്ത്രീ നടത്തുന്ന കൃത്യമായ നിലപാട്, അതായിരിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും അംബേദ്കറേറ്റ് രാഷ്ട്രീയമായാലും ഈ ഒരു സ്ത്രീയെ പുറന്തള്ളാനുള്ള പ്രധാന കാരണമെന്നാണ് എൻ്റെ ഒരു അനുമാനം. അതിൽ മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് പഠനങ്ങൾ ഇനിയും നടക്കട്ടെ, നമ്മളിനി ആ ചർച്ച അതിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഇനി ഇതിൽ പ്രധാനമായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനൊരു പുസ്തകം കാലശാസനകൾക്ക് വഴങ്ങാത്ത ദാക്ഷായണി വേലായുധൻ, അത് ഏറ്റവും വലുത് തന്നെയാണ്. ഇങ്ങനൊരു ചരിത്രത്തെ തിരിച്ചുകൊണ്ടുവരാൻ നടത്തിയ ഏറ്റവും വലിയ ശ്രമം തന്നെയാണ്. ആ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ആർക്കൈവ്സ് നിന്നൊക്കെ ശേഖരിച്ച, നാഷണൽ ആർക്കൈവ്സ് നിന്ന് കൊച്ചി ആർക്കൈവ്സ് അവിടെ നിന്നൊക്കെ ശേഖരിച്ച പുരാരേഖകൾ വെച്ചിട്ട് എഴുതപ്പെട്ട പുസ്തകമാണ്. സാധാരണ ശ്രീതോഷ് സൂചിപ്പിച്ച പോലെ സാധാരണ ഔദ്യോഗിക ചരിത്രകാരന്മാരാണ് അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ അത് ചെയ്തത് അതിലൊന്നും പെടാതെ ഉള്ള ഒരു ചരിത്രകാരൻ തന്നെയാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു രേഖകൾ കളക്ട് ചെയ്യുമ്പോഴുള്ള ഒരു അനുഭവം നമ്മുടെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഒരു പത്രപ്രവർത്തകൻ വഴിതിരിഞ്ഞ് പോകാവുന്ന, സ്വാഭാവികമായി പോകാവുന്ന മേഖലയാണ് ഗവേഷണം, ചരിത്ര ഗവേഷണം.
പത്രപ്രവർത്തകനായി നിൽക്കുമ്പോൾ തന്നെ ചരിത്ര തർക്കങ്ങളിൽ ഇടപെടാൻ അവസരം കിട്ടിയ ഒരാളാണ്. 90കളുടെ മധ്യത്തിന് മുമ്പേ തന്നെ ചരിത്ര തർക്കങ്ങൾ EMS ഉൾപ്പെടുന്ന ഒരു വിപുലമായ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു ചരിത്ര തർക്ക കാര്യങ്ങളിലേക്ക് ഇടപെടാൻ അന്നേ തന്നെ അവസരം കിട്ടിയത്. പിന്നീട് അത് കൂടുതൽ അത് സെക്കൻഡറി ആയിട്ടുള്ള സോഴ്സ് ഉപയോഗിച്ച് ഒരു തർക്കത്തിൽ ഇടപെടുക എന്ന സാഹസമാണ് 90കളുടെ മധ്യത്തിൽ ഞാൻ നടത്തിയത്. എനിക്ക് എതിർപക്ഷത്ത് നിന്നത് കുറേ കൂടി കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള സീനിയറായിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. അതിൽ നിന്നൊരു അനുഭവം മനസ്സിലായി. ഇത്തരം സെക്കൻഡറി ആയിട്ടുള്ള അറിവുകൾ വെച്ച് ഈ ചരിത്ര ചർച്ചയിൽ ഇടപെടുന്നത് നഷ്ടക്കച്ചവടമാണ്. അങ്ങനെയാണ് അടിസ്ഥാന രേഖകളുടെ പഠനത്തിലേക്ക് അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഇതിപ്പോൾ 23ാമത്തെ കൊല്ലമാണ് ആർക്കൈവ്സുകളിലെ പുരാരേഖകളുടെ പൊടി തിന്നാൻ തുടങ്ങിയത്. അത് ആർക്കും കഴിയുന്നതാണ്. വിശേഷിച്ച് അതിനൊരു അക്കാഡമിക് ആഗ്രഹമോ തലമോ വേണമെന്നില്ല. ആർക്കും ഇത് കഴിയും. കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഈ കഴിഞ്ഞ 22-23 കൊല്ലം ഈ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ചെല്ലുന്നത്. ഇതിനിടയ്ക്ക് കടന്നു വന്നാക്കണ PhD പോലുള്ള ഗവേഷണത്തിന് വന്നുള്ള കുട്ടികൾ ഒരുപാട് പേരെ എനിക്ക് ചങ്ങാതിമാരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അക്കാഡമിക്കായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് വരുന്നത്. എന്നെപ്പോലെ 1-2 പേരായിരിക്കാം ഒരു പ്രൊഫഷണലായിട്ടുള്ള ഗവേഷണ രംഗത്തേക്ക് വരുന്നത്. വേറെ ഒരു 5 വർഷത്തെ പരിധി വെച്ചിട്ട് തീർക്കാവുന്നതല്ല ഞങ്ങൾക്കിത്. ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ദാക്ഷായണി വേലായുധനെക്കുറിച്ച് ആഹ്ലാദിക്കാൻ കഴിയുന്ന ഒരു പുസ്തകം പുറത്ത് വന്നു എന്നുള്ളത് ശരി. പക്ഷെ എൻ്റെ പരിമിതി അതല്ല. ദാക്ഷായണി വേലായുധൻ കടന്നുപോയ അവർ പ്രവർത്തിച്ച കാലത്ത് ജനങ്ങൾ, പത്രങ്ങൾ ഇവരെങ്ങനെ കൈകാര്യം ചെയ്തു? ഈ അന്വേഷണത്തിലേക്ക് ഇപ്പോഴും കടക്കാനായിട്ടില്ല. ഇവരുടെ 7 വർഷത്തിൽ 6 വർഷവും തലസ്ഥാന നഗരിയിലായിരുന്നു. അവിടുത്തെ പത്രങ്ങളും മറ്റ് പ്രതികരണ സ്ഥാപനങ്ങളും ഇവരെങ്ങനെ കൈകാര്യം ചെയ്തു എന്നുകൂടി അറിഞ്ഞാലേ ഇതിൻ്റെ ഒരു പ്രധാന ഭാഗത്തേക്ക് കടന്നു എന്ന് പറയാനാവും. ഇത് താരതമ്യേന എന്നെപ്പോലുള്ള ഒരാൾക്ക് താരതമ്യേന അത്ര വലിയൊരു ടാസ്ക് എന്ന് ഇതിനെ പറയാനാവില്ല. വലിയ ഒരു പുസ്തകം 2 വോള്യം വരുന്ന അയ്യൻകാളി പ്രസ്ഥാനം രേഖകളിലൂടെ എന്നത് എഴുതുന്നതിനിടയ്ക്ക് സന്ദർഭവശാൽ, സാഹചര്യത്തിൻ്റെ സന്ദർഭവശാൽ കടന്നുപോയി എഴുതിയതാണ് ഈ പുസ്തകം. ഇതൊരു വലിയ വർക്ക് എന്നതിനെ ഒരു വിധത്തിൽ വിശേഷിപ്പിക്കാനാവില്ല. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന, നേരത്തെ പറഞ്ഞ DC ബുക്സ് വഴി പുറത്ത് വരാനിരിക്കുന്ന ആ പുസ്തകത്തെ വേണമെങ്കിൽ അതൊരു കൊള്ളാവുന്ന പുസ്തകം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സന്തോഷമായിരിക്കും. ഇതിനങ്ങനെയില്ല. ഇതൊരു അമേച്ചർ വർക്കാണത്. ഇനിയുള്ള ആളുകൾ ഇത് പൂരിപ്പിക്കാനുണ്ട്. ഒരുപാട് കാര്യം, എത്രമാത്രം സോഴ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നത് എനിക്ക് ഉറപ്പില്ല. കാരണം ഞാൻ തന്നെ വളരെ നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് ഒരു 3 പേജോളം വരുന്ന, അച്ചടിച്ചാൽ 3-4 പേജ് വരുന്ന ഒരു ലേഖനം 2006 ദേശാഭിമാനിയിൽ എഴുതുന്നത്. അത് തന്നെ 2 കൊല്ലത്തോളം ഞാൻ അലഞ്ഞിട്ടുണ്ട് ആ ചെറിയൊരു ലേഖനത്തിന് വേണ്ടി. അത്രമാത്രം ദാരിദ്ര്യം അനുഭവിച്ച ഒരു വിഷയമാണ് ദാക്ഷായണി വേലായുധൻ. ഇന്ന് ആ തലമുറ പോലും കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്ന സോഴ്സ് കേരളത്തിലോ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എവിടെ നിന്നും കിട്ടും. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും. നേരത്തെ സാർ സൂചിപ്പിച്ച അയ്യൻകാളിയെക്കുറിച്ചുള്ള കാര്യം, ഇതും ഈ കാര്യം എവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഒരേ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. അയ്യൻകാളിയെക്കുറിച്ച് പറഞ്ഞു. ഈ വരാനിരിക്കുന്നൊരു പുസ്തകം കയ്യെഴുത്തിൽ 2700 പേജ് വരുന്ന, അച്ചടിച്ചാൽ 1500 പേജ് വരുന്ന 2 വോള്യം പുസ്തകമാണ്. ഇത് എഴുതാൻ 2 വർഷമാണ് എടുത്തത്. 30 കൊല്ലം ഞാൻ അതിൻ്റെ പുറകെ നടന്നതാണ്. പക്ഷെ ഇപ്പോഴും അതൊരു തൃപ്തികരമായിട്ടില്ല. ആ കാലത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മിഷണറിമാർ കേരളത്തിലുണ്ട്. ഇവർ ശേഖരിച്ചു കൊണ്ടുപോയ രേഖകൾ, അതിൻ്റെ ഒരു അംശം പോലും കാണാനാവാതെ അയ്യൻകാളി പ്രസ്ഥാനം, നവോത്ഥാന കാലം ഞങ്ങൾ പഠിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാവുന്നത് ഒരു അമിതമായിട്ടുള്ള അവകാശവാദമാണ്. ഈ കൂട്ടത്തിൽ ടീച്ചറും സാറും കൂടെ ഇരിക്കുന്നതുകൊണ്ട് വിശേഷിച്ചൊരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. എനിക്കറിയാൻ കഴിഞ്ഞിടത്തോളം നമ്മുടെ ഈ അക്കാഡമിക് ഗവേഷണത്തിന് വരുന്ന ആളുകളുടെ ഒരു 2 പതിറ്റാണ്ടിലേറെയുള്ള സൗഹൃദം കൊണ്ട് പറയുകയാണ്. എനിക്ക് ധാരാളം കുട്ടികളായിട്ടുള്ള സൗഹൃദമുണ്ട്. ഇവരിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് വെച്ച് പറയാൽ, നമുക്കൊരു പ്രൊഫഷണൽ ഗവേഷണത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ അക്കാഡമിക് ലോകം, ഈ ബിരുദ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ വന്നോ എന്നത് എനിക്കറിയില്ല.
കാരണം കണ്ടുവരുന്നത് ഇങ്ങനെയാണ്. ഒരു 5 കൊല്ലം ഉള്ളത് അതിൻ്റെ ഒരു 4.25 കൊല്ലവും പ്രിന്റഡ് മെറ്റീരിയൽസിന് വേണ്ടി ലൈബ്രറികളിലൊക്കെ ഇങ്ങനെ കറങ്ങി നോട്ട്സ് എടുത്ത് അവസാനത്തെ 3-4 മാസം ഒരു ആർക്കൈവ്സിൽ ചെന്ന് 2-3 ഫയൽ നോക്കി. ഇതാണൊരു പൊതുരീതി. അല്ലാത്ത 1-2 പേരുണ്ടാവും. ഇവിടെ നമുക്കൊരു പ്രൊഫഷണൽ ആംഗിളിലുള്ള ഗവേഷണത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ 4-5 യൂണിവേഴ്സിറ്റികളെങ്കിലും ചരിത്ര ഗവേഷണത്തിന് സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളുടെ ഒരു വേദി, ഒരു വിപുലമായ വേദിയുണ്ട്. ഈ നമുക്ക് കുരുക്കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചരിത്ര കാര്യങ്ങളിലേക്ക് ഒരു കൂട്ടായ ഗവേഷണ പഠനങ്ങൾക്ക് ഒരു വേദി ഉണ്ടാക്കിക്കൂടെ, കഴിയില്ലേ എന്നൊരു സംശയം ഞാൻ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഞാൻ ഇതിന് പറയുന്നതിനൊരു കാരണം അയ്യൻകാളിയെക്കുറിച്ച് സാർ സൂചിപ്പിച്ചു. അയ്യൻകാളിയുടെ പേരിൽ ആദ്യം വന്ന ഗവേഷണ സ്ഥാപനമെന്ന് ഉള്ള മേനി നടിച്ചുകൊണ്ട് വന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ അയ്യൻകാളി ചെയറാണ്. അതിൻ്റെ പുറകിൽ എൻ്റെയും ചെറിയൊരു പരിശ്രമമുണ്ട്. പക്ഷെ അത് വന്ന് ഏതാണ്ട് 15-18 കൊല്ലത്തോളമായിട്ടും സാധാരണ സമ്മേളന വേദി ഇതിനപ്പുറത്തേക്ക് അതൊരു ഗവേഷണത്തിലേക്കും കടന്നിട്ടില്ല. കേരളത്തിലുള്ള ഒരു 4 സ്ഥലങ്ങളിലെങ്കിലും അയ്യൻകാളി ചെയറുകളുണ്ട്. ഞാൻ ഈ അടുത്ത് അന്വേഷിച്ചു. കഴിഞ്ഞ KLF-ൻ്റെ ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു അന്വേഷണം നടത്തി. ഒരിടത്തും ഈ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ പരിമിതി ഉണ്ടാവാം. പക്ഷെ ഇതൊരു ഗവേഷണത്തിനുള്ള വേദി അല്ലെങ്കിൽ ഇതിനെ ചെയർ എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു ചെയർ എന്ന് പറയുന്നത് കസേരയിട്ട് VIP-കളെ വിളിച്ചു വരുത്തി പ്രസംഗിപ്പിക്കാനാണെങ്കിൽ ഒരു ഫണ്ട് കൊടുത്താൽ നമ്മുടെ ക്ലബ്ബുകൾക്കും ഇത് കഴിയും. അതിന് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക തലത്തിലൊരു സ്ഥാനം വേണ്ട. ഇവർക്ക് ഏറ്റെടുക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കൂട്ടായ ഗവേഷണ പ്രോജക്റ്റ്. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ തലമുറ വരെയുള്ള സീനിയർ ഗവേഷകർ, നമ്മുടെ MGS നാരായണൻ സാർ, KK കുറുപ്പ് സാർ, ഇത്തരം ആളുകളുടെ തലമുറ കഴിഞ്ഞാൽ നമുക്ക് ആരുണ്ട് ഇവിടെ? നമുക്കൊരു വെളിച്ചം തരാവുന്ന ആഴമുള്ള ഗവേഷകർ നമുക്കുണ്ടോ? അത്തരം ഒരാളുകളുടെ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ കഴിയുമോ? കഴിയണ്ടേ? അതിന് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. ഇന്നത്തെ യാന്ത്രികമായ ഈ ഗവേഷണ രീതികൾ, ഗവേഷണം എന്ന പേരിൽ നടത്തുന്ന ഈ കമ്പൈലേഷൻ, അതിന് ജേർണലിസ്റ്റിക് റൈറ്റപ്പ് എന്നൊക്കെയാണ് പറയാൻ എനിക്ക് തോന്നുന്നത്. അതിനൊരു ഗവേഷണം എന്ന് പറയാൻ ഒട്ടും നമുക്ക് മനസ്സ് വരുന്നില്ല. അതിനെ ഒരു ഗവേഷണത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്താൻ യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും ചുമതലയുണ്ട്. അവർക്ക് മാത്രമേ അത് കഴിയൂ. എന്നെപ്പോലെ ഒറ്റയായിട്ടുള്ള അന്വേഷണം നടത്തുന്ന ആളുകൾക്ക് ആഗ്രഹിക്കാമെന്നല്ലാതെ മറ്റൊന്നിലേക്ക് കടക്കാനാവില്ല. സ്വന്തം പരിശ്രമം, സ്വന്തം സമയവും പണവും ചെലവഴിച്ച് ഒരാഗ്രഹം പൂർത്തീകരിക്കുന്നതാണ്. ഇതാർക്കും കഴിയും. ഇതിപ്പോൾ ഒരു ആഗ്രഹം മനസ്സിലുള്ള ആർക്കും ഇത് കഴിയുന്നതാണ്. എന്നെപ്പോലെ ഒരു പത്രപ്രവർത്തന ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾക്ക് പ്രത്യേകിച്ചും. പക്ഷേ അതല്ല യൂണിവേഴ്സിറ്റികളും അക്കാഡമിക് രംഗവും ചെയ്യേണ്ടത്. സംഘടിതമായ കൂട്ടായ ഒരു ഗവേഷണ പ്രോജക്റ്റ് വരണം. കേരളത്തിൽ കുരുക്കഴിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് മലബാറിൽ ഇരുന്നുകൊണ്ടാണ്, കോഴിക്കോട് ജില്ലയിൽ ഇരുന്നുകൊണ്ടാണ്. 18-19 കൊല്ലം മുൻപ് ഇതുപോലെ തന്നെ ദാക്ഷായണി വേലായുധനെ കണ്ടെടുത്തു എന്ന് അല്ല, ദാക്ഷായണി വേലായുധനെ കുറിച്ച് മനസ്സിലാക്കി എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അവരെ മനസ്സിലാക്കി എഴുതിയതുപോലെ അതേ കാലത്ത് തന്നെ നിങ്ങളുടെ ഈ കോഴിക്കോട് ജില്ലയിലെ വലിയൊരു മഹാനായിട്ടുള്ള ജനനായകനെ എൻ്റെ ഒരു മാസത്തെ പരിശ്രമം കൊണ്ട് ചെറിയ രീതിയിൽ നാടിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പേര് പോലും ദാക്ഷായണി വേലായുധൻ എന്ന പേരിൻ്റെ അത്ര പോലും പരിചിതമാവില്ല മലബാറിന് എന്ന് ഞാൻ തീർത്ത് പറയാം. ആ ലേഖനത്തിന് 2004 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ ലേഖനത്തിന് തലക്കെട്ട് കൊടുത്തത് ഉണ്ണികൃഷ്ണനെ മറന്നു മലബാർ എന്നാണ്. PM ഉണ്ണികൃഷ്ണൻ എന്നത് ആരാണ്? ഈ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഇങ്ങനെ തലക്കെട്ട് കൊടുത്തെഴുതിയ ലേഖനത്തിന് ഒരു ഫോളോ അപ്പ്, ആ പേരൊന്ന് ആവർത്തിച്ച് പറയാൻ ഒരു എഴുത്തുകാരനും ഈ 2 പതിറ്റാണ്ട് കാലത്തിനുള്ളിൽ വന്നതായിട്ട് എനിക്കറിയില്ല. ആരാണ് ഉണ്ണികൃഷ്ണൻ? 35 വയസ്സ് പോലും തികയുന്നതിന് മുമ്പ് സ്വന്തം ദളിത് സമൂഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രമാണികളുടെ പീഡനം, മർദ്ദനമേറ്റ് 35 വയസ്സെത്തുന്നതിന് മുൻപ് ജീവിതത്തോട് വിട പറഞ്ഞാണ്. കേളപ്പജിയുടെ ശിഷ്യനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിലും അടികൊണ്ട ആളാണ്.
അഖില മലബാർ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ഹരിജൻ സംഘടന ഉണ്ടാക്കിയ അതിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. ഈ ഉണ്ണികൃഷ്ണനെ കുറിച്ചാണ് 2004 മലബാറിൻ്റെ മുന്നിൽ മലബാർ ഉണ്ണികൃഷ്ണൻ മറന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഒന്നും സംഭവിച്ചില്ല. ഇത്രമാത്രം എഴുത്തുകാരും ആക്ടിവിസ്റ്റുകളുമുള്ള മലബാറിൽ ഉണ്ണികൃഷ്ണൻ ഏറ്റെടുക്കാൻ ആരുമില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിൽപ്പെട്ട ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ഒരു പയ്യൻ, ഒരു ഗവേഷക വിദ്യാർത്ഥി സ്വാതി വിപിൻ രാജ്, ചെറിയ ചില കാര്യങ്ങളുമായിട്ട് രംഗത്തുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഉത്തരവാദിത്വം എവിടെ നിൽക്കുന്നു? കൊച്ചിയിലെ KP വള്ളവനെയും തിരുവിതാംകൂറിലെ അയ്യൻകാളിയെയും പോലെ ഉന്നത സ്ഥാനത്തുള്ള ഒരു ജനനായകനാണ്. ജനങ്ങൾക്ക് വേണ്ടി ആ ഉണ്ണികൃഷ്ണനെക്കുറിച്ച് ഉണ്ട്. ഈ 2004 മാതൃഭൂമി ലേഖനം തന്നെ എൻ്റെ പിന്നീട് വന്ന അയ്യൻകാളിക്കാതരത്തോടെ എന്ന പുസ്തകത്തിലുണ്ടത്. അറിയാത്ത കാര്യമല്ല, പക്ഷേ ഏറ്റെടുക്കാൻ അതിനാളില്ല. ഇതിന് മറ്റെന്തോ മാനസികമായ കാര്യങ്ങൾ ഉണ്ട് ഇതിന് പിന്നിലെന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഒരാളെങ്കിലും ഉണ്ണികൃഷ്ണൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു തീവ്രവാദിയല്ല. കേളപ്പജിയുടെ ഗാന്ധിയൻ അല്ലെങ്കിൽ ആ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം നടന്ന ആളാണ്. കൂട്ടത്തിൽ സ്വന്തം സമൂഹത്തിന് വേണ്ടി ജീവൻ തന്നെ ബലി കൊടുത്ത ആളാണ്. ഈ ആൾ എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാത്തത്? ദാക്ഷായണിയുടെ പേര് പറയുമ്പോൾ വേണമെങ്കിൽ അതൊരു ബ്രാഹ്മണ്യ വിരുദ്ധമായ അതിൻ്റെ മർമ്മത്ത് അടി കൊടുത്ത ആളെന്നുള്ള ഒരു സ്ഥാനമൊക്കെ ദാക്ഷായണിക്കുണ്ട്. ഉണ്ണികൃഷ്ണൻ അങ്ങനെയല്ല. സംസ്കൃത പണ്ഡിതനായിരുന്നു, കേളപ്പജിയുടെ ശിഷ്യനായിരുന്നു, തല്ലുകൊണ്ടു എന്നത് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ്റെ വിശേഷം. ഉണ്ണികൃഷ്ണൻ ഇവർക്കാർക്കും ഒരു ഭീഷണിയല്ല. ഒരു പുലേനെ അടിച്ചു കൊന്ന് പാടവരമ്പിൽ ചുരുട്ടിക്കൂട്ടി കുഴച്ചിട്ടാൽ അത് ഒരു സെക്കൻഡ് അത് പോയി ചകഞ്ഞെടുത്ത അത്തരമൊരു ആക്ടിവിസ്റ്റാണ്. ആർക്കും ഭീഷണിയല്ല. ആ ഉണ്ണികൃഷ്ണൻ എന്തുകൊണ്ടാണ് നമുക്ക് ഫോളോ അപ്പ് നടത്താൻ കഴിയാഞ്ഞത്? സാറ് റിസർച്ചിന്റെ അഭാവമാണ് പറഞ്ഞത്. നേരത്തെ ദാക്ഷായണി വേലായുധനെ കുറിച്ച് തന്നെ നടത്തിയിട്ടുള്ള അച്യുത് ചേതന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഫൗണ്ടിങ് മദേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അങ്ങനെയുള്ള ഒരു പുസ്തകം. പക്ഷേ ഈ അച്യുതേതൻ പഠനം തുടങ്ങുന്നത് ശാന്തിനികേതനിൽ സബ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹം PhDക്ക് രജിസ്റ്റർ ചെയ്തത് മിസ്സിംഗ് മദേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഗവേഷണം കഴിഞ്ഞ് അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അത് ഫൗണ്ടിങ് മദേഴ്സ് ആകുകയാണ്. മിസ്സിങ്ങിനെ ഫൗണ്ടിങ് ആക്കി മാറ്റുന്ന ഒരു മിസ്സായി പോയ ആളുകളെ ഈ 15 ലേഡീസിന്റെയും അല്ലെങ്കിൽ 11 പേര് അവസാനം ഉണ്ടായിരുന്ന 11 ആളുകളും ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്, അതിനോടുള്ള പൊതു അസംബ്ലിയുടെ മറുപടികൾ എന്തൊക്കെയാണ്, അതിൽ ഇവരുടെ ഡ്രാഫ്റ്റ് കമ്മിറ്റി ഏത് രീതിയിലാണ് മറുപടി പറഞ്ഞത്, വളരെ മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. അപ്പോൾ ഗവേഷണത്തിന്റെ പോരായ്മയാണ്, ഗവേഷണത്തിൽ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അതിനോടുള്ള ട്രീറ്റ്മെന്റിന്റെ പ്രശ്നമാണ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. മിസ്സിംഗ് ഉള്ളിടത്ത് ഗവേഷണ പ്രബന്ധം അവസാനിക്കുമ്പോൾ ഫൗണ്ടിങ്ങിൽ എത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്തരം അറിയപ്പെടാതെ പോയ ആളുകൾ ധാരാളമായിട്ട് പുറത്തേക്ക് ചരിത്രത്തിന്റെ അല്ലെങ്കിൽ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകളെ കുറെ കാലം മറച്ചു വെക്കാനാവില്ല എന്നുള്ള സൂചനകളാണ്. സാറായാലും ബംഗാളിൽ നിന്നായാലും അദ്ദേഹം സെന്റ് സേവിയേഴ്സ് കോളേജിലെ അച്യുതേതൻ എന്ന് പറയുന്നയാള് സെന്റ് സേവിയേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ അധ്യാപകനാണ്, ഇംഗ്ലീഷ് അധ്യാപകൻ. ചരിത്രത്തിന്റെ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ പുസ്തകത്തെ കുറിച്ച് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഗിഫ്റ്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുള്ള അലോക് മുഖർജിയെ പോലെ ചരിത്രത്തിലും അതിന്റെ മെത്തഡോളജിയിലും അതേപോലെ തന്നെ ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ഗ്രാംഷ്യൻ മെത്തഡ് അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് അലോക് മുഖർജിയൊക്കെ ചരിത്ര പുസ്തകം എഴുതുന്നത്. അതുപോലെ ഭാഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാള് ചരിത്രത്തോടും കോൺസ്റ്റിറ്റ്യൂഷനോടും നൽകിയിട്ടുള്ള ഒരു സംഭാവനയായിട്ടാണ് ഞാനത് കാണുന്നത്. അത്തരത്തിൽ മിസ്സിങ്ങിനെ നമ്മുടെ പുറത്തേക്ക് കൊണ്ടുവന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് സാറിന്റെ സംഭാവനകളെ നമ്മൾ നോക്കിക്കാണുന്നത്. സമയത്തിന്റെ നമ്മുടെ പരിപാടികളിലേക്ക് പോകേണ്ടതുണ്ടാവും. തൽക്കാലം ഞാൻ നിർത്തുന്നു. ചെറായി സാറിന്റെ നിർദ്ദേശം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്. ഇവിടെ ഒരുപാട് ഗവേഷക വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. അപ്പം ദാക്ഷായണി വേലായുധൻ ചരിത്രത്തിൽ ഇടം പിടിച്ചത് തന്നെ അവരുടെ ശക്തമായ നിലപാട് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ അവരുടെ ദീർഘദർശിത്വത്തെ കുറിച്ച് കൂടി ഒരു വാക്ക് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1948 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഹാളിൽ അവർ ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ അവർ നമ്മുടെ ഇന്നത്തെ ഗവർണർഷിപ്പിനെ അവർ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് അത് ഭാവിയിൽ സംസ്ഥാന ഗവൺമെന്റും ഗവർണറും തമ്മിലുള്ള വലിയ അഭിപ്രായ വ്യത്യാസത്തിലേക്കും അത് ഭരണത്തെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് 1948
ദാക്ഷായണി വേലായുധ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ കേരളത്തിൽ ഒരുപാട് കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ തമിഴ്നാട്ടിലുണ്ട്. നമ്മൾ സാധാരണ സ്ത്രീകൾക്ക് ദീർഘദർശിത്വമൊന്നും പൊതുവെ ചാർത്തി കൊടുക്കില്ല അവർ. പക്ഷെ ചരിത്രത്തിൽ ഞാൻ കണ്ട ഏറ്റവും ശക്തമായ നിലപാടും കൃത്യമായ സെൻട്രൽ സ്ട്രോങ് ആവണമെന്ന് ശക്തമായ നിലപാടും അതോടൊപ്പം തന്നെ ഇത്ര ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഇന്ത്യൻ ഭരണ സംവിധാനത്തെക്കുറിച്ച് ഇത്ര ശക്തമായ ദീർഘദർശിത്വമുള്ള വേറൊരു സ്ത്രീ ഇന്ത്യ ചരിത്രത്തിലില്ല. അവരെ ഓർമ്മിക്കേണ്ടതാണ്. അതിന് നിരവധി പഠനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സെഷനിൽ പങ്കെടുത്ത ചെറായി രാംദാസ് സാറിനും ശ്രീജിത്ത് മാഷയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി കേൾക്കുന്നു.